السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകന്മാരിൽ ശ്രേഷ്ഠരാണ് എന്ന വിഷയമാണ് ഇവിടെ അവതരിപ്പിക്കുവാനുള്ളത്. ആമുഖം. അള്ളാഹു തെരഞ്ഞെടുത്ത വിശേഷ സൃഷ്ടികളാണ് പ്രവാചകന്മാർ. ഭൂമിയിൽ അവൻ്റെ പ്രതിനിധികൾ. പ്രപഞ്ചത്തിൻ്റെ കേന്ദ്ര സൃഷ്ടിയായ മനുഷ്യകുലത്തിലെ ഉത്കൃഷ്ട വ്യക്തിത്വങ്ങൾ. ഒരേ സമയം മലക്കുകളുടെയും മനുഷ്യരുടെയും പ്രകൃതങ്ങൾ സമ്മേളിച്ചവർ. ഇങ്ങനെ 1,24,000 പേരെ അള്ളാഹു ഭൂമിയിൽ നിയോഗിച്ചിട്ടുണ്ട്. അവരിൽ നിന്ന് തൻ്റെ സന്ദേശങ്ങൾ ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു പ്രത്യേകം നിയമിച്ചവരാണ് മുർസലുകൾ. പ്രവാചകന്മാരിലെ ഉത്തമരായ ഈ വിഭാഗത്തിൽ 313 പേരാണുള്ളത്. അവരിൽ തന്നെ ഉന്നതരായ 25 ആളുകളെ വിശുദ്ധ ഖുർആൻ പേരെടുത്തു പറഞ്ഞു പരിചയപ്പെടുത്തി. അതിൽ 5 പേരെ ഉലുൽ അസ്മുകൾ, കാഠിന്യമേറിയ സാഹചര്യങ്ങളിൽ ക്ഷമയും സ്ഥൈര്യവും കൈമുതലായുള്ളവർ എന്ന് പ്രത്യേകം പുകഴ്ത്തിയിട്ടുണ്ട് അള്ളാഹു. നൂഹ്, ഇബ്രാഹിം, മൂസ, ഈസ, മുഹമ്മദ് മുസ്തഫ അലൈഹിമുസ്സലാത്തു വസ്സലാം എന്നിവരാണവർ. മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവരിൽ ഏറ്റവും ഉന്നതരാണെന്ന വസ്തുത വിശകലനം ചെയ്യലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. റബ്ബ് തുണക്കട്ടെ, ആമീൻ. മഹത്വത്തിൻ്റെ ഏതു മാനദണ്ഡപ്രകാരവും നബിതങ്ങൾ മറ്റു പ്രവാചകരെക്കാൾ ഉയർന്നു നിൽക്കുന്നതായി കാണാൻ കഴിയും. അവർക്ക് നൽകാത്ത പല സവിശേഷതകളും നൽകി അള്ളാഹു നബിതങ്ങളെ ആദരിച്ചിട്ടുണ്ട്. അവിടത്തേക്ക് നൽകപ്പെട്ട അനാനുഷിക ദൃഷ്ടാന്തങ്ങൾ എണ്ണത്തിലും വണ്ണത്തിലും മുന്നിലാണ്. സൃഷ്ടികൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഭൂതിയാണ് സ്രഷ്ടാവിലേക്കുള്ള ആരോഹണവും അവന്റെ ദർശനവും. യഥാർത്ഥ മിഅ്റാജിലൂടെ അവിടെയും നബിതങ്ങൾ വേറിട്ടു നിൽക്കുന്നു. ഇങ്ങനെ നബിതങ്ങൾക്കു മാത്രമായി അള്ളാഹു നൽകിയ സവിശേഷതകൾ, മുഅ്ജിസത്തിൽ അവർക്കുള്ള മികവുകൾ, അവർക്ക് പ്രത്യേകമായ മിഅ്റാജ് എന്നീ കാര്യങ്ങൾ നിമിത്തം നബിതങ്ങൾ എങ്ങനെ വ്യതിരിക്തത പുലർത്തുന്നുവെന്നതാണ് ഇവിടെ പരിശോധിക്കാൻ ശ്രമിക്കുന്നത്. സൃഷ്ടിപ്പിലും സ്വഭാവത്തിലും ഉത്കൃഷ്ടർ. ഫാഖൻ നബിയ്യീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമി. സൃഷ്ടിപ്പ് മുതൽ സ്വർഗവാസം വരെ ഓരോ ഘട്ടത്തിലും നബിതങ്ങൾക്ക് അള്ളാഹു പ്രത്യേകതകൾ നൽകി ആദരിച്ചിട്ടുണ്ട്. അവനല്ലാത്ത മറ്റൊന്നും ഇല്ലാത്ത സമ്പൂർണ്ണ ശൂന്യതയിൽ നിന്ന് അള്ളാഹു ഈ ലോകത്തിന്റെ സൃഷ്ടികർമ്മത്തിന് തുടക്കം കുറിക്കുന്നത് തന്നെ തിരുനബിയുടെ ഒളിവ് നൂറ് പടച്ചുകൊണ്ടാണ്. എന്താണ് അതിൻ്റെ യഥാർത്ഥ രൂപമെന്ന് നമുക്ക് അജ്ഞാതമാണെങ്കിലും ഈ പ്രപഞ്ചമാസകലം സൃഷ്ടിക്കാൻ നിമിത്തമായ ലോകത്തിന്റെ അടിസ്ഥാന കളം ആ തിരു ഒളിവാണ്. ആ നൂറിനെ വിഭജിച്ചുകൊണ്ടാണ് ഭൂമി, ആകാശം, അർശ്, കുർസിയ്, ലോഹ്, കലമ്, സൂര്യൻ, ചന്ദ്രൻ, മനുഷ്യൻ, ജിന്ന്, മലക്ക് തുടങ്ങി സകലമാന ചരാചരങ്ങളെയും അള്ളാഹു പടക്കുന്നത്. ഈ ലോകത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് നബിതങ്ങൾ നൽകിയ വിവരണത്തിൽ ഈ പാഠങ്ങളുണ്ട്. ഹാഫിദ് അബ്ദുർ റസാഖ് തന്റെ മുസന്നഫിൽ സഹീഹായ സനദ് മുഖേന നിവേദനം ചെയ്തിട്ടുള്ള ദീർഘമായ ഹദീസാണ് ഈ ലോകത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് വിശദമായ അറിവ് നൽകുന്നത്. പ്രസിദ്ധ സഹാബ് വര്യർ ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു റസൂൽ തങ്ങളോട് ഈ ലോകത്തെ ആദ്യ സൃഷ്ടിയെക്കുറിച്ച് ചോദിച്ചതും നബിതങ്ങൾ നൽകിയ മറുപടിയുമാണ് ഈ ഹദീസിലുള്ളത്. നബിതങ്ങൾ പറഞ്ഞു, ജാബിർ, എല്ലാ വസ്തുക്കൾക്കും മുമ്പായി അള്ളാഹു സൃഷ്ടിച്ചത് നിന്റെ നബിയുടെ ഒളിവിനെയാണ്. അള്ളാഹുവിന്റെ ദിവ്യ വെളിച്ചത്തിൽ നിന്നാണ് ഇതിനെ സൃഷ്ടിച്ചത്. ആ ഒളിവ് അള്ളാഹുവിന്റെ ഖുദ്റത്ത് കൊണ്ട് അവൻ ഉദ്ദേശിച്ചിടത്തെല്ലാം കറങ്ങിക്കൊണ്ടിരുന്നു. അന്ന് ലൗഹ്, കലമ്, സ്വർഗം, നരകം, ആകാശം, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, ജിന്ന്, ഇൻസ് എന്നീ സൃഷ്ടികളൊന്നുമില്ല. ഈ നൂറിനെ വിഭജിച്ചുകൊണ്ട് വിവിധ വസ്തുക്കളെ പടച്ച വിവരമാണ് ഹദീസിന്റെ തുടർ വാക്കുകളിൽ. നബിയുടെ ഒളിവാണ് ആദ്യ സൃഷ്ടി എന്ന വസ്തുതയുടെ വിശദമായ സമർത്ഥനം ഹുജ്ജത്തുൽ മൗനായുടെ നബി വ്യക്തിയും വ്യക്തിത്വവും എന്ന പഠനക്കുറിപ്പിൽ വിശദമായി വായിക്കാവുന്നതാണ്. സകല ലോകത്തിന്റെയും അടിസ്ഥാന ഗണം തിരുനബിയുടെ നൂറ് ആണെന്നത് തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയും. ആദ്യം പടക്കപ്പെട്ടത് നബിതങ്ങളുടെ ഒളിവായിരുന്നെങ്കിലും
ആദ്യ മനുഷ്യൻ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൃഷ്ടിപ്പിനു ശേഷം സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞാണല്ലോ നബിതങ്ങൾ മനുഷ്യരൂപത്തിൽ ഈ ലോകത്ത് ഭൂജാതരാകുന്നത്. അവസാന പ്രവാചകരായി ഈ ലോകത്ത് നിയോഗിക്കാൻ കാത്തുവെച്ച ഒറ്റമുത്തായിരുന്നല്ലോ അവിടുന്ന്. അവരുടെ നിയോഗത്തിനായി ഭൂമിയെ, സമൂഹത്തെ പാകപ്പെടുത്തുകയായിരുന്നു അതുവരെയുള്ള പ്രവാചകന്മാരെല്ലാം. ആ തിരുവളിവ് തലമുറകളായി വിശുദ്ധ വഴിയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. ആ സഞ്ചാരത്തിനായി അള്ളാഹു നിശ്ചയിച്ചതാണെങ്കിലോ ഏറ്റവും പരിശുദ്ധമായ പരമ്പരയെയും. ആദ്യപിതാവ് ആദം നബിയിൽ സകല മനുഷ്യരുടെയും അടിസ്ഥാന ഗണം ഉൾക്കൊള്ളിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. അത് പിന്നീട് തലമുറകളായി കൈമാറ്റം ചെയ്ത് സ്വപിതാവിലൂടെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കപ്പെടുന്നതാണ് അള്ളാഹുവിന്റെ രീതി. ഇങ്ങനെ ആദം നബി മുതൽ അലൈഹിസ്സലാം പിതാവ് അബ്ദുള്ള വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 100 കൈമാറിയ പരമ്പരയിൽ എവിടെയും ബഹുദൈവാരാധകരുണ്ടായിരുന്നില്ലെന്നത് എത്ര അത്ഭുതമാണ്. ശിർക്ക് കൊടികൊത്തിവാണ കാലത്തുപോലും നബിയുടെ പരമ്പരയെ അള്ളാഹു അതിൽ നിന്ന് സംരക്ഷിച്ചു നിർത്തി. ഓരോരുത്തരും അവരുടെ നിയമവിധേയ ഇണകളിലേക്കല്ലാതെ അവിഹിത ബന്ധത്തിലൂടെ ആ ഒളിവിന്റെ കൈമാറ്റം നടത്തിയിട്ടുമില്ല. തിരുവൊളിവിന്റെ വാഹകരെല്ലാം അതതു കാലത്തെ ഉന്നതരുമായിരുന്നു. മനുഷ്യകുലം രണ്ടായി പിരിയുന്നിടത്തെല്ലാം ഏറ്റവും ഉയർന്ന വിഭാഗത്തിലായിരുന്നു നബിതങ്ങൾ ഉൾപ്പെട്ടത്. ഹാഫിൽ ബൈഹഖി ഉദ്ധരിക്കുന്നു, നബിതങ്ങൾ ഖുതുബ ഓതിക്കൊണ്ടിരിക്കെ പറഞ്ഞു, ജനങ്ങൾ 2 വിഭാഗമായി പിരിയുമ്പോഴെല്ലാം അള്ളാഹു എന്നെ 2ൽ ഉത്തമ വിഭാഗത്തിൽ ആക്കാതിരുന്നിട്ടില്ല. അങ്ങനെ എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് അള്ളാഹു എന്നെ പുറത്തു കൊണ്ടുവന്നു. ജാഹിലിയ കാലത്തെ ദൂഷ്യങ്ങളിൽ ഒന്നും എനിക്ക് ബാധിച്ചിട്ടില്ല. വിവാഹബന്ധത്തിലൂടെയാണ് ഞാൻ പുറത്തു വന്നത്. ആദം നബി മുതൽ എൻ്റെ മാതാപിതാക്കൾ എത്തുവോളം വ്യഭിചാര ബന്ധത്തിലൂടെ ഞാൻ പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ഞാൻ വ്യക്തിപരമായി നിങ്ങളിൽ ഉത്തമനാണ്, പിതാക്കളാനും നിങ്ങളിൽ ഉത്തമനാണ്. അവസാനം ഖുറൈശികളുടെ നേതാവ് അബ്ദുൽ മുത്തലിബിന്റെ മക്കളിൽ അബ്ദുള്ള എന്ന സൗഭാഗ്യവാനെയാണ് അള്ളാഹു ഈ 100ന്റെ വാഹകരായി തെരഞ്ഞെടുത്തത്. അത്ഭുത ശിശുവായിട്ടായിരുന്നു നബിതങ്ങളുടെ ജനനം. മറ്റൊരാളുടെ ഇടപെടൽ ആവശ്യമില്ലാത്ത വിധം ലിംഗാഗ്ര ചർമ്മമില്ലാതെ പൊക്കിൾ കൊടി മുറിച്ചു മാറ്റപ്പെട്ട നിലയിലായിരുന്നു ആ ശിശു പിറന്നു വീണത്. ഭൂമി മുഴുവൻ വെളിച്ചം വീശുന്ന ഒരു പ്രകാശം നബിയെ പ്രസവിക്കപ്പെട്ടപ്പോൾ പുറപ്പെട്ടതായും അതിന്റെ വെളിച്ചത്തിൽ ഷാമിലെ മാളികകൾ ഞാൻ കണ്ടതായും മാതാവ് പറയുന്നുണ്ട്. ഇബ്നു ഹിബ്ബാൻ, ഹാക്കിം, അബൂ നുഐം തുടങ്ങിയ മുഹദ്ദിസുകൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നബിതങ്ങൾ ലോകത്ത് പ്രചരിപ്പിക്കാനിരിക്കുന്ന സത്യപ്രകാശത്തിലേക്കും അതുമൂലം ലോകവാസികൾ നേർവഴിയിലേക്ക് പ്രവേശിച്ചു അവിശ്വാസത്തിന്റെ ഇരുൾ നീങ്ങിപ്പോകുന്നതിലേക്കുമുള്ള സൂചനയായിരുന്നു ആ പ്രകാശം. തിരുജന്മവേളയിൽ കിസ്ര കൊട്ടാരം കുലുങ്ങിയതും അതിന്റെ 14 താഴിക കുടങ്ങൾ തകർന്നു വീണതും സാവാത്ത് തടാകം വറ്റിപ്പോയതും 1000 വർഷങ്ങളായി കെടാതെ കത്തുന്ന പേർഷ്യയിലെ അഗ്നി കെട്ടുപോയതും ബൈഹഖി, അബൂ നുഐം, ഇബ്നു അസാക്കിർ തുടങ്ങിയവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ജന്മസമയത്തും അനുബന്ധമായും ഒട്ടനവധി അസാധാരണത്വം സംഭവിച്ചുവെന്നു മാത്രമല്ല, ആന്തരികവും ബാഹ്യവുമായ ഏറ്റവും പൂർണ്ണതയോടെയുള്ള മനുഷ്യരൂപമാണ് അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ളതും. നബിക്ക് മുമ്പോ ശേഷമോ ഒരാൾക്കും നൽകപ്പെട്ടിട്ടില്ലാത്ത ലാവണ്യത്തോടെയാണ് അവിടുത്തെ ശരീരാകൃതി രൂപപ്പെടുത്തിയത്. ആ തിരുശരീരം വർണ്ണിച്ചവരെല്ലാം ഇങ്ങനെയൊരു ശരീരം ഞങ്ങൾ കണ്ടിട്ടേയില്ലെന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അവിടുത്തെ വിയർപ്പിന് കസ്തൂരിയേക്കാൾ സുഗന്ധമുണ്ടായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയുടെ കൈപ്പത്തിയേക്കാൾ മൃദുലമായ ഒരു വസ്തുവും ഞാൻ എൻ്റെ കൈകൊണ്ട് തൊട്ടിട്ടില്ല, മിനുമിനുത്ത പട്ടുപോലും. വിയർപ്പ് കണങ്ങൾ മുത്തുമണികൾക്ക് സമാനമായിരുന്നു. നബിയുടെ വാസനയോളം സൗരഭ്യമുള്ള അത്തറോ കസ്തൂരിയോ ഇന്നുവരെ ഞാൻ വാസനിച്ചിട്ടില്ല. ബുഖാരി, മുസ്ലിം. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് ഉമ്മു സലൈം ബീവി റളിയല്ലാഹു അൻഹ അവിടുത്തെ വിയർപ്പ് സുഗന്ധത്തിൽ ചേർക്കാനും ബറക്കത്തിനും വേണ്ടി ശേഖരിച്ചത് ഇമാം മുസ്ലിമും അഹ്മദും ഉദ്ധരിച്ചിട്ടുണ്ട്. ഭംഗിയെ 2ആയി പകുത്ത് അതിൽ ഒരു ഭാഗമായിരുന്നു യൂസുഫ് നബി അലൈഹിസ്സലാം നൽകപ്പെട്ടത്. എന്നിട്ടും ആ ഭംഗി എല്ലാവരെയും വിസ്മയപ്പെടുത്തി. എന്നാൽ ഭംഗിയെ വിഭജിക്കാതെ പൂർണ്ണമായി തന്നെ നബിതങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. തന്റെ ഗാംഭീര്യം കൊണ്ട് അത് മറച്ചു വെക്കപ്പെടുകയായിരുന്നു. മുനസ്സഹുൻ അൻസരി കിംഫി മഹാസിനിഹി
ഫജൗഹറുൽ ഹുസ്നി ഫീഹി ഐറു മുൻഖസിമി എന്നാണല്ലോ ബൂസീരി ഇമാം പുകഴ്ത്തിയത്. മറ്റാർക്കും ഇല്ലാത്ത സ്വഭാവ മഹിമയും അള്ളാഹു നമ്മുടെ നബിക്ക് നൽകിയിട്ടുണ്ട്. ഓരോ പ്രവാചകരും വിവിധ സ്വഭാവങ്ങളിൽ മികച്ചു നിൽക്കുന്നവരായിരുന്നു. ദാവൂദ് നബിയും സുലൈമാൻ നബിയും തങ്ങൾക്കു ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുന്നതിന്റെ പേരിൽ പുകഴ്ത്തപ്പെട്ടവരാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാം പ്രയാസത്തിൽ ക്ഷമ കൈക്കൊണ്ടതിന്റെ പേരിൽ അറിയപ്പെട്ടു. യൂസുഫ് നബിയിൽ ഈ രണ്ടു കാര്യങ്ങളും സംഗമിച്ചു. മൂസാ നബിയിൽ ഈ ദീനിൽ കാർക്കശം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടു. ജക്കരിയ, ഈസ, യഹിയ, ഇല്യാസ് അലൈഹിമുസ്സലാം നബിമാർ ഭൗതിക പരിത്യാഗത്തിൽ മുന്തി നിന്നു. ഇസ്മായിൽ നബി അലൈഹിസ്സലാം സിദ്ഖ് കൊണ്ട് അറിയപ്പെട്ടു. ഇങ്ങനെ ഓരോ നബിമാരും ഓരോ സ്വഭാവ വിശേഷങ്ങൾ കൊണ്ട് ശ്രദ്ധ നേടിയവരാണ്. എന്നാൽ ഈ വിശേഷണങ്ങളെല്ലാം നബിതങ്ങളിൽ സമ്പൂർണമായി സംഗമിക്കുകയാണ് ഉണ്ടായത്. ഉലൈകല്ലദീന ഹദല്ലാഹു ഫബിഹുദാഹു മുഖ്തദിഹ് എന്ന വാചകത്തിലൂടെ അള്ളാഹു ഈ വസ്തുതയാണ് പഠിപ്പിക്കുന്നത്. പ്രവാചകന്മാരുടെ സ്ഥിതിഗതികൾ വിവരിച്ച ശേഷമാണ് അള്ളാഹു ഈ വാചകം പറയുന്നത്. തന്റെ മുൻഗാമികളായ പ്രവാചകന്മാരോട് പിന്തുടരാനാണ് ഈ വാചകത്തിലൂടെ അള്ളാഹു റസൂൽ തങ്ങളോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ പിന്തുടരൽ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ദീനിന്റെ അടിസ്ഥാന കാര്യത്തിലോ ശാഖാകാര്യത്തിലോ സ്വഭാവ വിശേഷണങ്ങളിലോ ആകണമല്ലോ. എന്നാൽ ഉസൂലുദ്ദീനിൽ മറ്റുള്ളവരെ അനുകരിക്കുകയെന്നത് പറ്റാത്ത കാര്യമാകയാൽ അതിനെക്കുറിച്ച് പറഞ്ഞതാകാൻ പറ്റില്ല. ദീനിന്റെ ശാഖാ കാര്യങ്ങളിലാകാനും തരമില്ല. കാരണം നബിയുടെ ശരീഅത്ത് മുൻ ശരീഅത്തുകളെയെല്ലാം കാലഹരണപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ സ്വഭാവ വിശേഷണങ്ങളിൽ മറ്റു നബിമാരെ പിന്തുടരാനുള്ള നിർദ്ദേശമാകാനേ സാധ്യതയുള്ളൂ. അതാണ് ഇവിടെ അള്ളാഹു നബിയോട് കൽപ്പിക്കുന്നത്. മറ്റ് പ്രവാചകന്മാരുടെ അവസ്ഥകളും ജീവിതവും വിവരിച്ച ശേഷം അവകളിൽ നിന്ന് ഏറ്റവും നല്ലതും സുന്ദരമായതും തിരഞ്ഞെടുക്കാൻ നബിയോട് നിർദ്ദേശിക്കുകയാണ് അള്ളാഹു. ഈ നിർദ്ദേശം നബി ഉറപ്പായും പാലിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ പ്രവാചകന്മാരിലുമുള്ള നല്ല സ്വഭാവങ്ങളും നമ്മുടെ നബിയിൽ സമ്മേളിച്ചിരിക്കുന്നു. എല്ലാ പ്രവാചകരിലുമായി ചിതറിക്കിടക്കുന്ന നന്മകളെല്ലാം സമ്മേളിച്ച തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഭാവ ഗുണത്തിൽ എല്ലാവരേക്കാളും മുന്തി നിൽക്കുമല്ലോ. കാന ഖുലുഖുൽ ഖുർആൻ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പ്രസ്താവിച്ചിട്ടുണ്ട്. ഖുർആൻ മുന്നോട്ട് വെക്കുന്ന സ്വഭാവ വിശേഷണങ്ങളുടെ സമ്പൂർണ്ണ സാക്ഷാത്കാരം തിരുനബിയിൽ ദർശിക്കാൻ കഴിയുമെന്നാണല്ലോ മഹദി സാക്ഷ്യപ്പെടുത്തുന്നത്. വ ഇന്നക ലഅലാ ഖുലുഖിൻ അലീം എന്ന് അള്ളാഹു തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആദ്യ നബിയും അവസാന നബിയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാന പ്രവാചകരാണെന്നത് സുവിദിതമാണ്. അന്ത്യനാൾ വരെയുള്ള സകല ജനങ്ങൾക്കും അവരാണ് മാർഗദർശകർ. ഈ നബി തന്നെയാണ് നബിയായി നിശ്ചയിക്കപ്പെട്ടവരിൽ ആദ്യത്തവരും എന്നതാണ് വസ്തുത. ഭൗതിക ലോകത്ത് ആദ്യമായി നബിയായി നിയോഗിക്കപ്പെട്ടവർ മനുഷ്യപിതാവ് ആദം നബി അലൈഹിസ്സലാം ആണല്ലോ. ഇത് തർക്കമറ്റതും ഖണ്ഡിതവുമാണ്. എന്നാൽ ആത്മീയ ലോകത്ത് പ്രവാചകരായി ആദ്യം നിയമിക്കപ്പെട്ടിട്ടുള്ളത് തിരുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് ഹദീസുകളുടെ വെളിച്ചത്തിൽ സമർത്ഥിക്കപ്പെട്ടിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഹുജ്ജത്തുൽ ഉലമായുടെ വിവരണം ഇവിടെ പകർത്താം. മനുഷ്യവർഗത്തിന്റെ പ്രഥമ പിതാവായ ആദമിലൂടെ തന്നെ പ്രഥമ പ്രവാചകരെയും അള്ളാഹു താല സൃഷ്ടിച്ചുവെന്നത് അനിഷേധ്യവും ഖണ്ഡിതവുമായ പരമാർത്ഥമാണ്. എന്നാൽ ആദം നബിക്ക് മുമ്പ് തന്നെ നബിതങ്ങളുടെ അടിസ്ഥാന സൃഷ്ടിപ്പും നബിയാക്കിയുള്ള നിശ്ചയവും നടന്നു കഴിഞ്ഞിട്ടുണ്ടെന്നത് വിശുദ്ധ ഖുർആനിന്റെയും സഹീഹായ ഹദീസുകളുടെയും പ്രഖ്യാപനമാണ്. ഇമാം അഹ്മദും ഇമാം ബുഖാരി തന്റെ താരീഖിലും നിവേദനം ചെയ്ത ഒരു ഹദീസ് ഇങ്ങനെ വായിക്കാം. മൈസറത്തുൽ റബ്ബിയിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, ഞാൻ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, തങ്ങൾ എപ്പോഴാണ് നബിയായത്? തിരുമേനു പറഞ്ഞു, ആദം വെള്ളത്തിനും കളിമണ്ണിനും ഇടയിൽ നിൽക്കുമ്പോൾ. ഇർബാദ് ബിൻ സാരിയയിൽ നിന്നു നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചു, ആദം നബി അലൈഹിസ്സലാം ചളിമണ്ണിൽ കുഴഞ്ഞു കിടക്കുന്ന അവസരത്തിൽ ഞാൻ അള്ളാഹുവിന്റെ അടുത്ത് അന്ത്യപ്രവാചകരായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അഹ്മദ്, ബൈഹഖി, ഹാക്കിം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. സ്വഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങേക്ക് നുബുവത്ത് സ്ഥിരപ്പെട്ടത് എപ്പോഴാണ്? നബിതങ്ങൾ പറഞ്ഞു, ആദമിന്റെ ശരീരവും ആത്മാവും തമ്മിൽ ബന്ധപ്പെടുന്നതിന് മുമ്പ്. ആദം ശരീരത്തിന്റെയും ആത്മാവിന്റെയും മധ്യത്തിൽ നിൽക്കെ. തുർമുദി. ഞാൻ സൃഷ്ടിപ്പിൽ നബിമാരിൽ ആദ്യത്തെയാളും
നിയോഗിച്ചയച്ചതിൽ അവസാനത്തെയാളുമാണ് ഇബ്നു അബി ഹാത്തം. ആദം നബിക്ക് മുമ്പേ നമ്മുടെ നബിയുടെ നുബുവത്ത് നിശ്ചയിക്കപ്പെടുകയും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്ന ഇത്തരം നിരവധി ഹദീസുകളുണ്ട്. ഇവയെ വിവരിച്ചുകൊണ്ട് ഹുജ്ജത്തുൽ ഇസ്ലാം അസ്സാലി വിവരിക്കുന്നത് ഇപ്രകാരമാണ്: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉണ്മയുടെ ലോകത്തേക്ക് കൊണ്ടുവരപ്പെട്ടുവെന്നും കൃത്യമായി സൃഷ്ടിക്കപ്പെട്ടുവെന്നുമല്ല ഇതിന്റെ വിവക്ഷിതം. അള്ളാഹുവിന്റെ നിശ്ചയത്തിലും തീരുമാനത്തിലും നബിതങ്ങളുടെ നുബുവത്തും അന്ത്യപ്രവാചകത്വവും കാലേക്കൂട്ടി ആസൂത്രണം ചെയ്യപ്പെടുകയും അള്ളാഹുവിന്റെ പ്രത്യേക ആദരങ്ങളും സമ്പൂർണ്ണ ഗുണങ്ങളും കാലേക്കൂട്ടി തീരുമാനിക്കപ്പെടുകയും ചെയ്തുവെന്നാണ്. ആദ്യത്തെ തീരുമാനമാണ് അവസാനമെടുത്ത പ്രവൃത്തിയെന്നും അവസാനത്തെ പണി ആദ്യ തീരുമാനമായിരുന്നുവെന്നും പൊതുവെ പറഞ്ഞു വരുന്ന ഒരു രീതിയിലുള്ള ഒരു പ്രയോഗമാണിത്. അപ്പോൾ ആദം നബിയുടെ സൃഷ്ടിപ്പ് സമ്പൂർണമാകുന്നതിന്റെ മുൻപ് തന്നെ ഞാൻ നബിയാണെന്ന് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടെന്നാണ് ഹദീസിന്റെ താല്പര്യം. ആദം നബിയെ സൃഷ്ടിക്കപ്പെട്ടതു തന്നെ തന്റെ സന്താനങ്ങളിൽ നിന്ന് മുഹമ്മദ് മുസ്തഫയെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയാണല്ലോ. ഇതിന്റെ നിജസ്ഥിതി അറിയാൻ ഒരു എഞ്ചിനീയറുടെ ഹൃദയത്തിൽ അയാൾ വരച്ചു വെച്ച പ്ലാനിലും ഒരു വീട് ആദ്യം തന്നെ ഉണ്ടാകുമല്ലോ. ഇതേ രീതിയിലാണല്ലോ പിന്നീട് വീടിന്റെ നിർമ്മാണവും നടക്കുന്നതും വീടുണ്ടായി വരുന്നതും. ഇതുപോലെ അള്ളാഹു നബിയുടെ സൃഷ്ടിപ്പും ആകൃതിയും രൂപവും സ്ഥാനമാനങ്ങളുമെല്ലാം കാലേക്കൂട്ടി നിശ്ചയിക്കുകയും ഇത് രേഖപ്പെടുത്തുകയും ചെയ്ത് ഈ മാതൃകയിലായിട്ടാണ് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാഹ്യലോകത്തേക്ക് സൃഷ്ടിക്കപ്പെട്ടതും ജനിച്ചു വന്നതും. കിതാബുൻ നഫ്ഖി വത്തസ്വിയ. ഇതിലും സുന്ദരമാണ് ഇമാം സുബ്കിയുടെ വിവരണം. അദ്ദേഹം പറഞ്ഞു: ശരീരങ്ങൾക്ക് മുൻപ് ആത്മാവുകളെ പടക്കപ്പെട്ടിട്ടുണ്ടെന്നത് സുവിദിതമാണ്. അപ്പോൾ ഞാൻ നബിയായിരുന്നു എന്നതുപോലെയുള്ള ഹദീസുകളിലെ ഞാൻ കൊണ്ട് വിവക്ഷിതം തിരുമേനിയുടെ പരിശുദ്ധമായ ആത്മാവാണ്, അല്ലെങ്കിൽ അവിടുത്തെ ശരീരത്തിന്റെ ഒരുതരം അഭൗതിക സത്തയാണ്. അള്ളാഹുവും അവൻ വെളിപ്പെടുത്തി കൊടുത്തവരുമല്ലാതെ ഈ സത്തയുടെ യാഥാർത്ഥ്യമെന്തെന്നറിയുകയില്ല. പിന്നീട് അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് ഈ സത്തയെ അവൻ ഉദ്ദേശിക്കുന്ന വിധം അവൻ ബാഹ്യലോകത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ ആദം നബി കളിമണ്ണിൽ രൂപപ്പെടുത്തപ്പെട്ട ഇടം മുതൽക്ക് തന്നെ നബിതങ്ങളുടെ സത്ത ഉണ്ടാകുന്നുണ്ട്. നബിയും അന്ത്യനബിയുമെന്ന വിശേഷണങ്ങൾ ഈ സത്തക്ക് അപ്പോൾ തന്നെ അള്ളാഹു നൽകി. അവൻ ഉദ്ദേശിച്ച ആദരങ്ങളും സ്ഥാനമാനങ്ങളും ഈ സത്തക്കുമേൽ പ്രവഹിപ്പിച്ചു. അവിടുത്തെ പവിത്രനാമത്തെ അള്ളാഹു അർശിന്റെ മേൽ രേഖപ്പെടുത്തി. നബിയുടെ വർദ്ധിച്ച അളവിലുള്ള ആദരങ്ങളും മലക്കുകളും മറ്റും അറിയാൻ വേണ്ടി ചുരുക്കത്തിൽ ആ സമയം മുതൽക്കു തന്നെ നബിതങ്ങളുടെ സത്ത ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. ഈ സത്തയും പൂർണമായ സ്ഥാനമാനങ്ങളും കൊണ്ട് വിശേഷിപ്പിക്കപ്പെടുന്ന അവിടുത്തെ തിരുശരീരം പിന്നീടാണ് ഉരുവപ്പെട്ടതെങ്കിലും ഈ സത്തയുടെ ഉണ്മ മുതൽക്കു തന്നെ നുബുവത്തും അതിന്റെ മഹത്തായ ജ്ഞാനങ്ങളും മറ്റെല്ലാ സമ്പൂർണ്ണ ഗുണങ്ങളും നബിതങ്ങൾക്ക് നൽകപ്പെട്ടു കഴിഞ്ഞു. ഇനി അത് പിതാക്കളുടെ മുതുകളിലൂടെ പവിത്രമായ ഗർഭപാത്രങ്ങളിലൂടെ ബാഹ്യലോകത്തേക്ക് സമ്പൂർണ്ണ മനുഷ്യനായി പ്രത്യക്ഷപ്പെടുകയേ വേണ്ടൂ. ഇങ്ങനെയല്ലാതെ അള്ളാഹുവിന്റെ അറിവിൽ നബിതങ്ങൾ വരുംകാലത്ത് നബിയായി തീരും എന്ന് ഈ ഹദീസുകളെ വ്യാഖ്യാനിച്ചുകൂടാ. കാരണം ഈ അറിവ് എല്ലാ നബിമാരുടെ കാര്യത്തിലും ഉള്ളത് തന്നെയാണല്ലോ. ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ ഹക്കിന്റെ ഇക്ലിയിൽ വാള്യം 4 പേജ് 301 നിന്ന് ഉദ്ധരണം. അപ്പോൾ അടിമ മനുഷ്യനിൽ നൂറ് ഊതപ്പെടുകയും ആദിമ മനുഷ്യനിൽ റൂഹ് ഊതപ്പെടുകയും ജീവനുള്ള മനുഷ്യൻ രൂപപ്പെടുകയും ചെയ്യും മുമ്പ് തന്നെ ആ മനുഷ്യനിൽ നിക്ഷേപിക്കുന്നതിനായി നബിതങ്ങളുടെ പരിശുദ്ധ ആത്മാവും അഭൗതിക സത്തയും അള്ളാഹു സൃഷ്ടിക്കുകയും അതിന് നുബുവത്തിന്റെ പദവിയും അഭൗതിക വിജ്ഞാനങ്ങൾ വഹിക്കുവാനുള്ള പാകതയും നൽകി ആദരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അങ്ങനെ അന്ത്യപ്രവാചകരായി നബിയെ നിശ്ചയിക്കുകയും രേഖപ്പെടുത്തപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്നുമാണ് പ്രസ്തുത ഹദീസുകളുടെ സാരം. ഇതാണ് ഇമാം സുബ്കി വ്യക്തമാക്കിയത്. ഇമാം ഗസ്സാലി ഈ അഭൗതിക സത്തയുടെയും ആത്മാവിന്റെയും സൃഷ്ടിപ്പുകാര്യം പറഞ്ഞില്ലെന്നു മാത്രം. പ്രവാചകത്വ പദവിയുടെയും അന്ത്യപ്രവാചകത്വത്തിന്റെയും നിശ്ചയവും തീരുമാനവും ബാഹ്യലോകത്ത് വരും മുമ്പ് അദൃശ്യലോകത്ത് അതിന്റെ യഥാർത്ഥ മാതൃക തീരുമാനിക്കപ്പെടുകയും ചെയ്ത കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. രണ്ടായാലും
ആദം നബിക്ക് മുൻപേ അവിടുത്തെ സന്താന പരമ്പരയിൽ അവസാന കാലത്ത് വരാനിരിക്കുന്ന അന്ത്യപ്രവാചകരുടെ അഭൗതിക സത്തയോ പരിശുദ്ധ ആത്മാവോ ശരിയായ മാതൃകയോ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. അതിനെ നബിയെന്നും അന്ത്യപ്രവാചകരെന്നും തീരുമാനിക്കപ്പെടുകയും നാമകരണം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യേണ്ടതിന്റെ ആവശ്യകതയും ഖുർആൻ അനാവരണം ചെയ്യുന്നുണ്ട്. സൂറത്ത് അൻആമിലെ 18-ാം ആയത്തിൽ എല്ലാ പ്രവാചകന്മാരിൽ നിന്നും അള്ളാഹു ഒരു ഉടമ്പടി സ്വീകരിച്ചതായി വ്യക്തമാക്കുന്നുണ്ട്. അവർക്ക് പ്രവാചകത്വവും അതിന്റെ വിജ്ഞാനങ്ങളും വേദവും നൽകിയാൽ അതിനെ ശരിവെച്ചുകൊണ്ടുള്ള തിരുദൂതർ വരുമ്പോൾ ആ നബിയെ കൊണ്ട് വിശ്വസിക്കണമെന്നും സഹായിക്കണമെന്നുമാണ് കരാർ. ഇത് സമ്മതിച്ചുവോ, ഇതൊരു ഉടമ്പടിയായി പിടിച്ചുവോ എന്ന് ചോദിക്കുകയും അവർ സമ്മതിക്കുകയും ചെയ്ത ശേഷമാണ് എല്ലാ നബിമാർക്കും അള്ളാഹു നുബുവത്ത് നൽകിയത്. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നിവർ പറയുന്നു, തന്റെ കാലത്ത് മുഹമ്മദ് നബി ആഗതരായാൽ ആ നബിയെ കൊണ്ട് വിശ്വസിക്കുകയും നബിയെ പിന്തുണക്കുകയും ചെയ്യണമെന്ന് കരാർ ചെയ്യാതെ ഒരു നബിയെയും അള്ളാഹു നുബുവത്ത് നൽകി നിയോഗിച്ചിട്ടില്ല. തന്റെ സമുദായത്തോട് ഇതേ കരാറ് പിടിക്കണമെന്ന് ഏതൊരു നബിയോടും അള്ളാഹു നിർദ്ദേശിച്ചിട്ടുമുണ്ട്. ഇമാം ബുഖാരി ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തഫ്സീറിന്റെ കിതാബുകളിലെല്ലാം ഇത് ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉദാഹരണം ഇബ്നു കസീർ 1:332. അപ്പോൾ ആദം നബി മുതൽക്കുള്ള എല്ലാ നബിമാരെയും നബി തങ്ങളുടെ നബുവത്ത് കാര്യം അറിയിക്കുകയും അവരെ കൊണ്ടെല്ലാം ഇത് സമ്മതിപ്പിക്കുകയും കരാറെടുപ്പിക്കുകയും ചെയ്യുന്നതിനാണ് ഇവർക്കെല്ലാം മുമ്പ് നമ്മുടെ നബിയെ അള്ളാഹു നബിയായി നിശ്ചയിച്ചത്, അന്ത്യപ്രവാചകരായി രേഖപ്പെടുത്തിയതും. മനുഷ്യരാശിക്ക് മുമ്പേ നബിയുടെ അഭൗതിക സത്തയും പ്രവാചകത്വ പദവിയും സ്ഥിരപ്പെട്ടിട്ടുണ്ടെന്ന് ഇതുകൊണ്ട് വ്യക്തമായി. ഇതിനെയാണ് ഹഖീഖത്തു മുഹമ്മദിയ്യ, നബിയുടെ അഭൗതിക സത്ത, നൂറുൻ നബി, നബിയുടെ ഒളിവ് എന്നെല്ലാം വിശേഷിപ്പിക്കുന്നത്. മനുഷ്യരാശിക്കും ആദം നബിക്കും മുമ്പ് ഇതിന്റെ സൃഷ്ടിപ്പും നിശ്ചയവും നടന്നു കഴിഞ്ഞിട്ടുണ്ടെന്ന് മേലുദ്ധരിച്ച ഹദീസുകളിൽ നിന്നും ആയത്തുകളിൽ നിന്നും വ്യക്തമായല്ലോ. എന്നാൽ മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചതും അവനെ കേന്ദ്ര സൃഷ്ടിയാക്കി രൂപം കൊണ്ടതുമായ ആകാശഭൂമികളെയെല്ലാം സൃഷ്ടിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ ഈ നിശ്ചയം നടന്നിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്ന ഹദീസ് കാണുക. ഇമാം മുസ്ലിം തന്റെ സഹീഹിൽ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, നബിതങ്ങൾ പ്രസ്താവിച്ചു, ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് 50,000 കൊല്ലം മുമ്പ് തന്നെ അള്ളാഹുവിന്റെ അർശ് വെള്ളത്തിന് മുകളിലായിരിക്കെ അള്ളാഹുവിന്റെ സൃഷ്ടികളെ കുറിച്ച എല്ലാ നിശ്ചയങ്ങളും തീരുമാനങ്ങളും രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഉമ്മുൽ കിതാബിൽ ജ്ഞാനരേഖ വെളിപ്പെടുത്തിയ കൂട്ടത്തിൽ പെട്ടതാണ് മുഹമ്മദ് നബി ഖാത്തമുൻ നബിയീൻ, അന്ത്യപ്രവാചകർ ആണെന്ന വസ്തുത. സഹീഹ് മുസ്ലിം. അപ്പോൾ അർശും വെള്ളവും ലോഹവും കലമുമെല്ലാം സൃഷ്ടിക്കപ്പെടും മുമ്പ് തന്നെ മുഹമ്മദ് നബി അന്ത്യപ്രവാചകരാണെന്ന വസ്തുത നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള പരമാർത്ഥമാണ്. ഇത് തന്റെ മലക്കുകളുടെ ലോകത്തെ, അതീന്ദ്രിയ ലോകത്തെ സൃഷ്ടികൾക്കെല്ലാം വെളിപ്പെടുത്തുന്നതിനാണ് അള്ളാഹു ഇത് ഉമ്മുൽ കിതാബിലും ലൗഹുൽ മഹ്ഫൂദിലും രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതെല്ലാം മനുഷ്യരെ മാത്രമല്ല ആകാശ ഗോളങ്ങളെയെല്ലാം സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ നടന്നു കഴിഞ്ഞിട്ടുള്ളതാണ്. ഉദ്ധരണം നബി, വ്യക്തിയും വ്യക്തിത്വവും എന്ന പുസ്തകം. സമാനതകളില്ലാത്ത ദൗത്യം. ആദ്യ മനുഷ്യർ ആദം നബി അലൈഹിസ്സലാം മുതൽ തന്നെ അള്ളാഹുവിന്റെ ശരീഅത്ത് നിലവിൽ വന്നിട്ടുണ്ട്. എല്ലാ സമൂഹത്തിലും അള്ളാഹു നിയോഗിച്ച പ്രവാചകന്മാർ അവന്റെ നിയമ സംഹിതകൾ സമൂഹത്തിന് പകർന്നു നൽകിയിട്ടുണ്ട്. ഓരോ കാലത്തും അതാത് സമൂഹത്തിന് അനുയോജ്യമായ നിലയിലാകണമല്ലോ നിയമവ്യവസ്ഥകൾ. സൃഷ്ടികളെക്കുറിച്ച് ശരിയായ അറിവുള്ള സ്രഷ്ടാവിന്റെ നിയമമാകുമ്പോൾ അങ്ങനെയേ വരികയുമുള്ളൂ. ഉൽപ്പത്തി മുതൽ ക്രമാനുഗതമായ വളർച്ചയിലായിരുന്നു മനുഷ്യൻ. മനുഷ്യഗാത്രത്തിന്റെ വളർച്ച പൂർണ്ണമായി അതിന്റെ യുവത്വത്തിലെത്തി നിൽക്കുന്ന വേളയിലാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിയോഗം ഉണ്ടാകുന്നത്. അതേസമയം ധാർമ്മിക സദാചാര മൂല്യങ്ങളിൽ വളരെ താണ നിലവാരത്തിലായിരുന്നു അന്നത്തെ ജനത. തൗഹീദിന്റെ വെളിച്ചം കെട്ടുപോയിരുന്നു. പുരോഹിതന്മാരുടെ ഇച്ഛാനുസരണം വേദങ്ങൾ പരിവർത്തന വിധേയമാക്കി. അവർ നിശ്ചയിക്കുന്നതാണ് മതനിയമങ്ങൾ. മാനുഷിക മൂല്യങ്ങൾ ചവിട്ടി മെതിക്കപ്പെട്ടു. പ്രവാചകന്മാരുടെ ദീർഘമായ 6 നൂറ്റാണ്ടുകാലത്തെ വിടവ് സർവ്വമേഖലയെയും അരാജകത്വത്തിലേക്ക് തള്ളിവിട്ടിരുന്നു. നബിതങ്ങളുടെ നേരിട്ടുള്ള സംബോധിതരായ അറബികളുടെ സ്ഥിതിയാണെങ്കിൽ ഏറെ കഷ്ടത്തിലും. ഇസ്മായിൽ നബിക്കു ശേഷം സഹസ്രാബ്ദങ്ങളായി അവർക്ക് പ്രവാചകർ വന്നിട്ടില്ല. വിഗ്രഹങ്ങളായിരുന്നു അവരുടെ ആരാധ്യർ.
എല്ലാ ഗോത്രങ്ങൾക്കും അനവധി ദൈവങ്ങൾ. മക്ക വിഗ്രഹാരാധനയുടെ തലസ്ഥാനവും. ഗോത്രങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളും കൊലപാതകങ്ങളും നടപ്പു രീതികളാണ് അവിടെ. ലൈംഗിക അരാജകത്വം എല്ലാ അതിരുകളും ലംഘിച്ചിരുന്നു. സ്ത്രീകളെ തങ്ങളുടെ ലൈംഗിക സംതൃപ്തിക്കുള്ള ഉപകരണം ആക്കുന്നതോടൊപ്പം തന്നെ അവരുടെ സാമൂഹിക പദവി അങ്ങേയറ്റം താഴ്ന്ന നിലയിലായിരുന്നു. പെൺമക്കൾ ജനിക്കുന്നത് പോലും അപമാനമായി കണ്ട അവരെ ജീവനോടെ കുഴിച്ചുമൂടാൻ മടികാണിക്കാത്ത അധമ സംസ്കാരം. ഇങ്ങനെയുള്ള ഒരു സാമൂഹിക ചുറ്റുപാടിലേക്കാണ് പ്രബോധന ദൗത്യവുമായി നബിതങ്ങൾ നിയോഗിതരാകുന്നത്. മറ്റു പ്രവാചകന്മാരൊന്നും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ലാത്ത പരിതാപകരമായ സാഹചര്യമായിരുന്നു ഇത്. തുടർച്ചയായി പ്രവാചകന്മാരെ അയക്കുന്ന രീതിയായിരുന്നു മുൻ സമുദായങ്ങളിൽ. അതിനാൽ നിരന്തര പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് അവിടെ വഴികൾ ഉണ്ടായിരുന്നു. എന്നാൽ നൂറ്റാണ്ടുകളുടെ അല്ലെങ്കിൽ സഹസ്രാബ്ദങ്ങളുടെ ശൂന്യത തീർത്ത ഇരുൾമൂടി നിൽക്കുന്ന യുഗത്തിലാണ് നബി തന്റെ പരിഷ്കരണ പ്രവർത്തനം നടത്തുന്നത്. ലിതുന്ദിറ ഖൗമമ്മ ഉന്ദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. അവിടെ നിന്നാണ് ഉത്തമ സമൂഹത്തിലേക്ക് ആ ജനതയെ പരിവർത്തിപ്പിച്ചത് എന്നത് അവിടുത്തെ ഉന്നത പദവിക്ക് ഉത്തമ ദൃഷ്ടാന്തമാണ്. നിയോഗിത ജനതയുടെ കാര്യത്തിലും നബി മറ്റു ദൂതന്മാരിൽ നിന്ന് വേറിട്ടു നിൽക്കുന്നു. മനുഷ്യരിലെ ഓരോ ജനതയിലേക്കാണ് ഓരോ പ്രവാചകരും അയക്കപ്പെട്ടത്. നിയോഗിത ജനതക്കപ്പുറം മൊത്തമായ പ്രബോധന ദൗത്യം ഒരു നബിക്കും ഉണ്ടായിരുന്നില്ല. എന്നാൽ അറബികളും അനറബികളുമായ സകല ജനങ്ങളിലേക്കുമാണ് നബിതങ്ങളെ പ്രവാചകരായി നിയോഗിക്കപ്പെട്ടത്. വമാ അർസൽനാക ഇല്ലാ കാഫത്തൽ ലിന്നാസി ബശീറൻ വനദീറ വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. കൂടാതെ മനുഷ്യരുടെ സഹോദരവർഗമായ ജിന്നുകളും പ്രബോധന പരിധിയിൽ പെടുന്നുവെന്നതും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകതയാണ്. മറ്റു നബിമാർക്കൊന്നും ജിന്നുകളിലേക്ക് പ്രബോധന ബാധ്യതയില്ലായിരുന്നു. ചില ജിന്നുകൾ തൗറാത്ത് കൊണ്ട് വിശ്വസിച്ചത് അവർക്ക് ബാധ്യത ഉണ്ടായിരുന്നതിനാലായിരുന്നില്ല. പ്രത്യുത അവർക്ക് ബോധ്യപ്പെട്ട സത്യം സ്വമേധയാ സ്വീകരിക്കുകയായിരുന്നു. നബിതങ്ങൾ അങ്ങനെയല്ല. അവരുടെ പ്രബോധിതരിൽ ഭൂതവർഗവും പെടുമെന്നതിൽ ഉമ്മത്തിന് അഭിപ്രായൈക്യമുണ്ട്. നബിതങ്ങൾ ജിന്നുകളോട് സംസാരിച്ചതും പ്രബോധനം നടത്തിയതുമെല്ലാം പ്രസിദ്ധ സംഭവങ്ങളാണ്. മനുഷ്യ ഭൂതവർഗങ്ങൾക്കു പുറമെ അള്ളാഹു അറിവ് നൽകി അനുഗ്രഹിച്ചവരും അവന്റെ സവിശേഷ സൃഷ്ടികളുമാണ് മലക്കുകൾ. അവരിലേക്ക് കൂടി റസൂലാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. തബാറക്കല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽ ആലമീന നദീറ എന്ന വചനത്തിലൂടെ വിശുദ്ധ ഖുർആൻ ഇത് പഠിപ്പിക്കുന്നുണ്ട്. ആലമൂൻ എന്നാൽ ഒരർത്ഥപ്രകാരം മനുഷ്യൻ, ജിന്ന്, മലക്ക് എന്നിവരാണ്. പടച്ചവന്റെ നിർദ്ദേശങ്ങൾ യഥാവിധി പാലിക്കുന്ന അവന്റെ പ്രത്യേകമായ പാപസുരക്ഷിതത്വം നൽകപ്പെട്ട മലക്കുകൾക്ക് നബിയുടെ പ്രബോധനത്തിന്റെ ആവശ്യമില്ലല്ലോ എന്ന സംശയമുദിക്കാം. ശരിയാണ്, അവർ പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നബിതങ്ങളുടെ ദഅവത്തിന്റെ ആവശ്യമില്ല. എന്നിട്ടും അവർക്ക് റസൂലായി തങ്ങളെ നിയമിച്ചത് തങ്ങൾ ലോകത്തിലെ എല്ലാത്തിനും മുകളിലാണെന്ന് ബോധ്യപ്പെടുത്താൻ തന്നെയാണ്. വിശിഷ്ട സൃഷ്ടികളായ മലക്കുകളെ കൂടി അനുയായി വൃന്ദത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ അള്ളാഹു ആദരിക്കുകയാണ്. റസൂലിനെ കൊണ്ട് വിശ്വസിക്കാനും അവിടുത്തെ നേതൃസ്ഥാനവും ഉയർച്ചയും അംഗീകരിക്കാനും തങ്ങൾക്ക് കീഴ്പ്പെടാനുമാണ് മലക്കുകളിലേക്ക് അയക്കപ്പെട്ടത്, അല്ലാതെ ശരീഅത്തിന്റെ നിയമങ്ങൾ ബാധകമാക്കാനല്ല. തിരുനബിയുടെ നിയോഗം ഇവിടെയും അവസാനിക്കുന്നില്ല. ചേതനവും അചേതനവുമായ സകലമാന വസ്തുക്കളിലേക്കു കൂടി റസൂലായി അയക്കപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. വ ഉർസിൽതു ഇലൽ ഖൽഖി കാഫ എന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തനിക്കു നൽകപ്പെട്ട 6 പ്രത്യേകതകളിൽ സൃഷ്ടികൾ അടങ്കലിലേക്കും എന്നെ അയക്കപ്പെട്ടിട്ടുണ്ടെന്ന് വ്യക്തമാക്കുകയാണ്. ഇത് പ്രകാരം ഇതിൽ ആകാശം, ഭൂമി, അർശ്, കുർസി തുടങ്ങി വലിയ വലിയ സൃഷ്ടികൾ മുതൽ സൂക്ഷ്മജീവികൾ വരെയുള്ള സർവ്വ വസ്തുക്കളും ഉൾപ്പെടുന്നു. നേരത്തെ പറഞ്ഞ ഖുർആൻ വാക്യത്തിൽ ആലമൂൻ എന്ന വാക്കിന്റെ ഒരർത്ഥപ്രകാരം ലോകത്തെ സകല വസ്തുക്കളും അതിൽ ഉൾപ്പെടുന്നുണ്ടല്ലോ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റഹ്മത്തുൽ ലിൽ ആലമീൻ എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിക്കുന്നുണ്ട്. ലോകത്തെ സകല വസ്തുക്കൾക്കും കാരുണ്യമാണല്ലോ തിരുനബി. റബ്ബുൽ ആലമീനായ അള്ളാഹുവിന്റെ ഖലീലും ഹബീബുമായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിനാകെ റഹ്മത്തും ലോകത്തിനാകെ ദൂതരുമാണ്. ദഅമദ്ദഅതു നസാറാ ഫീ നബിയിഹിമി വഹ്കും ബിമാ ശിഅത മദ്ഹം ഫീഹി വഖ്തകിമി വൻസുബ് ഇലാ ദാതിഹി മാ ശിഅത മിൻ ശറഫി വൻസുബ് ഇലാ ഖദരിഹി മാ ശിഅത മിൻ ഇളമി
فإن فضل رسول الله ليس له حد فيعرب عنه ناطق بفمي. മലക്കുകളിൽ പറഞ്ഞ പോലെ തന്നെ റസൂലിൽ വിശ്വസിക്കലും അവിടുത്തെ മഹത്വം അംഗീകരിക്കലുമാണ് മതശാസനകൾ ബാധകമല്ലാത്ത വസ്തുക്കളിലേക്ക് റസൂലിനെ നിയോഗിക്കുന്നത് കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ബുദ്ധിയില്ലാത്ത ജീവികളിലേക്കും യാതൊരുവിധ അറിവും ലഭിക്കാത്ത അചേതന വസ്തുക്കളിലേക്കും ദൂതനയക്കൽ വൃഥാവേലയാണെന്ന് വിലയിരുത്തുന്നവരുണ്ടാകും. മനുഷ്യന്റെ പരിമിത ബുദ്ധിയുടെ അളവുകൾ കൊണ്ട് അള്ളാഹുവിന്റെ അത്ഭുതകരമായ സൃഷ്ടിലോകത്തെ വിലയിരുത്തുന്നിടത്ത് നിന്ന് ഉത്ഭവിക്കുന്ന സംശയങ്ങളാണവയൊക്കെ. എല്ലാത്തിനെയും പടച്ച പരസ്യവും രഹസ്യവും പരമരഹസ്യവും അറിയുന്ന അള്ളാഹുവും അവന്റെ വഹി അനുസരിച്ച് സംസാരിച്ച തിരുദൂതരും നൽകിയ പാഠങ്ങളാണ് നമുക്കിവിടെയും വഴികാണിക്കേണ്ടത്. നമുക്കറിയാത്ത തരം തിരിച്ചറിവ് ഇവകൾക്ക് അള്ളാഹു നൽകുന്നതിൽ യാതൊരു അസംഭവവുമില്ല. സകല വസ്തുക്കളും അള്ളാഹുവിന് തസ്ബീഹും തഹ്മീദും ചെയ്യുന്നുവെന്ന് ഖുർആനിൽ തന്നെയുണ്ട്. തുസബ്ബിഹു ലഹുസ് സമാവാത്തുസ് സബഉ വൽ അർള് വമൻ ഫീഹിന്ന വഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹും ഇന്നഹു കാന ഹലീമൻ ഗഫൂറ. ഇസ്രാ 44. എല്ലാ വസ്തുക്കൾക്കും അറിവും തസ്ബീഹുമെല്ലാം ഉണ്ടെങ്കിൽ നബിയെ അവരിലേക്ക് അയക്കുന്നതിൽ ഒരു അസാംഗത്യവും കാണേണ്ടതില്ല. പല ജന്തുക്കളും അചേതന വസ്തുക്കളും നബിയോട് സംസാരിച്ചതും പ്രവാചകത്വം സാക്ഷ്യപ്പെടുത്തിയതുമെല്ലാം എത്ര സംഭവങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെട്ടു കിടക്കുന്നുണ്ട്. ഒന്നു മാത്രം ഉദ്ധരിക്കാം. അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു ചെന്നായ ആടിന്റെ മേൽ ചാടി വീണു അതിനെ പിടികൂടി. ആട്ടിടയൻ അതിനെ മോചിപ്പിച്ചെടുത്തു. ചെന്നായ വാലിന്മേൽ കുത്തിയിരുന്ന് ഇങ്ങനെ പറഞ്ഞു, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നില്ലേ? അള്ളാഹു എന്നിലേക്ക് തെളിച്ചെത്തിച്ച ഭക്ഷണം നീ എന്നിൽ നിന്ന് പിടിച്ചെടുക്കുകയാണ്. അത്ഭുതം! ഒരു ചെന്നായ വാലിൽ കുത്തിയിരുന്ന് മനുഷ്യനെ പോലെ സംസാരിക്കുന്നുവോ? ആട്ടിടയൻ അത്ഭുതം കൂടി. ചെന്നായ പറഞ്ഞു, ഇതിലും വലിയ അത്ഭുതം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. യസ്രിബിലെ മുഹമ്മദ് കഴിഞ്ഞകാല വൃത്താന്തങ്ങൾ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട അയാൾ ആടുകളെയും തെളിച്ച് മദീനയിൽ ചെന്നു. ആടുകളെ അവിടെ ഒരു സങ്കേതത്തിലാക്കി റസൂലിന്റെ അടുക്കലെത്തി. റസൂലിനോട് സംഭവം പറഞ്ഞു. തത്സമയം റസൂലിന്റെ നിർദ്ദേശപ്രകാരം ജമാഅത്ത് നിസ്കാരത്തിന് വിളിയുയർന്നു. ശേഷം പുറത്തു വന്ന റസൂൽ കഥ ജനങ്ങളോട് പറയാൻ അഅറാബിയോട് നിർദ്ദേശിച്ചു. അദ്ദേഹം കഥ വിവരിച്ചു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹം സത്യമാണ് പറഞ്ഞത്. അഹ്മദ്, തുർമുദി, ബൈഹഖി. തന്റെ മുൻഗാമികളായ എല്ലാ നബിമാരെയും കൊണ്ട് നബിയെ അംഗീകരിപ്പിച്ച കാര്യം മുമ്പ് പറഞ്ഞല്ലോ. ഇസ്രാ രാവിൽ എല്ലാ പ്രവാചകന്മാരെയും മസ്ജിദുൽ അഖ്സായിൽ ഒരുമിച്ച് കൂട്ടി അവർക്ക് ഇമാമായി റസൂലിനെ നിർത്തിക്കൊണ്ട് അവിടുത്തെ നേതൃത്വം എല്ലാവർക്കും വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചക ദൗത്യത്തിന്റെ അന്ത്യം കുറിച്ചാണല്ലോ നബിയുടെ നിയോഗം. മഹത്തായ ഒരു ദൗത്യത്തിന് പൂർത്തീകരണവും സമാപനവും കുറിക്കാനുള്ള ആ തെരഞ്ഞെടുപ്പും അവിടുത്തെ മഹാത്മ്യം തന്നെ. നുബുവത്തിന് സമാപനം കുറിക്കപ്പെട്ടതോടെ അവസാന കാലം വരെയുള്ള സകല ജനതയ്ക്കും അവർ തന്നെയാണ് റസൂൽ. ഇങ്ങനെ കാലപരിധിയില്ലാത്തത്, മറ്റെല്ലാ ശരീഅത്തിനെയും കാലഹരണപ്പെടുത്തുന്നത്, മറ്റൊരു ശരീഅത്ത് കൊണ്ട് കാലഹരണപ്പെടുത്തപ്പെടാത്തത് തുടങ്ങിയ വിശേഷണങ്ങൾക്കെല്ലാം അവിടുത്തെ ശരീഅത്ത് അർഹമാണ്. ഏറ്റവും പൂർണ്ണതയിലെത്തിയ ശരീഅത്തായതിനാലാണിത്. ഇനി ഒരു പരിഷ്കരണമോ മാറ്റമോ അതിന് ആവശ്യമില്ല. അവസാന കാലം വരെയുള്ള സമൂഹങ്ങൾ അഭിമുഖീകരിക്കാനും അവയുടെ എല്ലാം താല്പര്യങ്ങൾക്ക് പരിഹാരമാവാനും പര്യാപ്തമാണത്. മുൻകാല ശരീഅത്തുകൾ അതാത് കാലത്തെ അപേക്ഷിച്ച് സമ്പൂർണമായിരുന്നെങ്കിലും സാർവകാലികതയില്ലായിരുന്നു. മൂസാ നബിയുടെ ശരീഅത്ത് നോക്കൂ, അതിൽ പലതും കഠിനമായിരുന്നു. ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തമായി തെറ്റ് ചെയ്യാത്തവർ ചെയ്തവരെ വധിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടു. നജസായ വസ്ത്രഭാഗം മുറിച്ചു മാറ്റണമായിരുന്നു. ജീവികളിൽ നിന്ന് ഭക്ഷിക്കുന്നതിൽ കർക്കശ വ്യവസ്ഥയുണ്ടായിരുന്നു. ഇങ്ങനെ പലതും. ഈസാ നബിയുടെ ശരീഅത്ത് നേരെ മറിച്ചായിരുന്നു. അലിവും അനുകമ്പയും അതിന്റെ മുഖമുദ്രയായിരുന്നു. യുദ്ധവും പോരാട്ടവും ഇല്ലായിരുന്നു. വലതു കവിളിൽ അടിച്ചവർക്ക് ഇടതു കവിൾ കൂടി കാണിച്ചു കൊടുക്കാനാണ് അവിടെ നിർദ്ദേശം. പ്രയാസമോ കാഠിന്യമോ അവിടെ ഇല്ല തന്നെ. തിരുനബിയുടെ ശരീഅത്ത് ഇത് രണ്ടിൽ നിന്നും ഭിന്നമാണ്. കാഠിന്യവും മാർദ്ദവവും ആവശ്യാനുസരണം അവിടെ സംഗമിക്കുന്നു. അമിത കാർക്കശ്യമോ പാടെ അയവോ അതിരില്ല. മധ്യമ സരണിയാണത് സ്വീകരിച്ചിട്ടുള്ളത്. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്ത. ഇങ്ങനെ ഏറ്റവും പൂർണ്ണത പ്രാപിച്ച നിയമസംഹിത നൽകാൻ അള്ളാഹു ഏറ്റവും ഉന്നതരായവരെ തന്നെ തെരഞ്ഞെടുക്കുകയായിരുന്നു. ഇനിയും അനവധി പ്രത്യേകതകൾ അവർക്കുണ്ട്. ഇമാം സുയൂത്തിയിൽ നിന്ന് ഹുജ്ജത്തുൽ ഉലമ മൗലാന സംക്ഷിപ്തമായി രേഖപ്പെടുത്തിയത് ഇവിടെ കുറിക്കാം. മറ്റു സവിശേഷതകൾ:
സൃഷ്ടിപ്പിലും പ്രവാചകത്വ പദവിയിലും മറ്റു നബിമാരേക്കാൾ ആദ്യൻ. അള്ളാഹു റബ്ബാണെന്ന കരാർ സ്വീകരിച്ചവരിൽ ആദ്യർ. ആദം നബി അടക്കം സൃഷ്ടികളുടെ മുഴുവൻ സൃഷ്ടിപ്പിനു നിമിത്തമായവർ. അർശിന്മേലും ആകാശത്തിന്മേലും സ്വർഗത്തിലും ആലമുൽ മലക്കൂത്തിലുമെല്ലാം പേരെഴുതപ്പെട്ടവർ. മലക്കുകൾ സദാ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നവർ. ബാങ്കിൽ പേരു പറയപ്പെടുന്നവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് വിശ്വസിക്കാനും സഹായിക്കാനും മറ്റു നബിമാരിൽ നിന്ന് കരാർ പിടിക്കൽ. പൂർവ്വ വേദങ്ങളിലെല്ലാം സുവാർത്തയറിയിക്കൽ. തിരുനബിയുടെ ആകാശലോകത്തു നിന്നും പിശാചിനെ തിരുനബിയുടെ പിറവിയോടെ ആകാശലോകത്തു നിന്ന് പിശാചിനെ തീർത്തും അകറ്റൽ. ഹൃദയത്തിനു നേരെ ചുമലല്ലിൽ പ്രവാചകത്വത്തിന്റെ മുദ്രണം. 1000 നാമങ്ങൾ. അള്ളാഹുവിന്റെ നാമങ്ങളിൽ നിന്നും പിടിക്കപ്പെട്ട നാമം. അള്ളാഹുവിന്റെ 70ഓളം പേരുകൾ കൊണ്ട് പേര് വിളിക്കപ്പെട്ടവർ. അഹ്മദ് എന്ന നാമം. യാത്രാവേളയിൽ മലക്കുകൾ തണൽ നൽകൽ. മനുഷ്യകുലത്തിൽ ഏറ്റവും മുന്തിയ ബുദ്ധിശക്തി. പകുത്തിട്ടില്ലാത്ത സൗന്ദര്യം. വഹിയിന്റെ പ്രാരംഭവേളയിൽ മലക്ക് 3 പ്രാവശ്യം അണച്ചുകൂട്ടൽ. ജിബ്രീൽ അലൈഹിസ്സലാമിനെ സ്വദേ രൂപത്തിൽ കാണൽ. മലക്കുകളെ കട്ടുകേൾക്കാനുള്ള അവസരം തന്റെ ആഗമനത്തോടെ തടയപ്പെടൽ. പ്രവാചകരെ തൊട്ട് കാക്കുകയെന്ന മനുഷ്യരെ തൊട്ട് കാക്കുകയെന്ന അള്ളാഹുവിന്റെ വാഗ്ദാനം. ഇസ്രാ. ഒരു നബിയും മലക്കും ചവിട്ടാത്ത സ്ഥലങ്ങൾ ചവിട്ടി താബ കൗസൈൻ വരെയുള്ള ഉന്നതമായ മിഅ്റാജ്. മറ്റു നബിമാരെ ജീവനോടെ കണ്ട് അവർക്ക് ഇമാമായി നിസ്കരിക്കൽ. സ്വർഗവും നരകവും കാണൽ. അള്ളാഹുവിന്റെ വലിയ ദൃഷ്ടാന്തങ്ങൾ കണ്ണിമ തെറ്റാതെ അതിക്രമിക്കാതെ കാണൽ. അള്ളാഹുവിന്റെ തിരുദർശനം. മലക്കുകൾ കൂടെ യുദ്ധം ചെയ്യൽ. യാത്രയിൽ മലക്കുകൾ അനുഗമിക്കൽ. നിരക്ഷരരായിരിക്കെ 60,000-ഓളം മുഅ്ജിസത്തുകൾ അടങ്ങിയ ഖുർആൻ നൽകൽ. ഇതര നബിമാരെക്കാൾ ധാരാളം മുഅ്ജിസത്തുകൾ. അന്ത്യപ്രവാചകരെന്ന സ്ഥാനം. മനുഷ്യരിലേക്ക് മൊത്തം നബിയായി നിയോഗിക്കപ്പെട്ടവരെന്ന പദവി. ജിന്നിലേക്കും നബിയാണെന്ന പദവി. അനുയായി വൃന്ദത്തിന്റെ ആധിക്യം. ലോകർക്ക് മുഴുവൻ റഹ്മത്തായുള്ള നിയോഗം. അള്ളാഹു നബിയുടെ ജീവിതവും റിസാലത്തും കൊണ്ട് സത്യം ചെയ്തത്. അള്ളാഹുവിന്റെ ഏറ്റവും മൃദുലമായ സംബോധന. നബിയുടെ ശത്രുക്കളുടെ ആരോപണങ്ങൾക്കെതിരെ അള്ളാഹുവിന്റെ തിരിച്ചടി. അള്ളാഹുവിന്റെ കിതാബിൽ തന്റെ പേരിനോടൊപ്പം നബിയെ ചേർത്തു പറയൽ. നബിയെ നിരുപാധികം അനുസരിക്കൽ ലോകത്തിന്റെ മേൽ ഫർലാക്കൽ. നബിയുടെ എല്ലാ അവയവങ്ങളെയും ഖുർആനിൽ പ്രത്യേകം എടുത്തു പറയൽ. സ്ഥാനപ്പേരുകൊണ്ട് മാത്രം സംബോധന ചെയ്യൽ. പേരുകൊണ്ട് വിളിക്കൽ സമുദായത്തിന്റെ മേൽ ഹറാമാക്കൽ. വഫാത്ത് വരെ തന്റെ സമുദായത്തിൽ ഒരു ദുഃഖകരമായ ശിക്ഷയും കാണാതിരിക്കൽ. അള്ളാഹുവിന്റെ മഹബ്ബത്ത്, ഹുല്ലത്ത്, കലാം, റുയത്ത് എന്നീ സ്ഥാനങ്ങളെല്ലാം ഒന്നിച്ചു ലഭിക്കൽ. തന്റെ കിബിലയും 2 കിബിലയും ലഭിക്കൽ. 2 ഹിജ്റയുടെ സ്ഥാനം. ശരീഅത്തും ഹഖീഖത്തും ഒരുമിച്ചു സമ്മേളിക്കൽ. 1 മാസത്തെ വഴിദൂരത്തിനു മുൻപേ ശത്രുക്കളിൽ പേടി നൽകി നബിയെ സഹായിക്കൽ. ആശയ സമ്പൂർണമായ ജവാമി വാക്കുകളെ നൽകൽ. ഭൂമികളുടെ ഖജനാവുകളുടെ മുഴുവൻ താക്കോലുകൾ നൽകൽ. നരകത്തിന്റെ കാൽവക്കാരൻ ഖാസിനെ കാണൽ. വഹയിന്റെ എല്ലാ ഇനങ്ങൾ കൊണ്ടുമുള്ള സംസാരം. ഇസ്രാഫീലിന്റെ അവതരണം. നുബുവത്തും സുൽത്താൻ സ്ഥാനവും ഒരുമിച്ച് ലഭിക്കൽ. മഫാത്തീഹുൽ ഗൈബ് എന്ന 5 കാര്യങ്ങൾ അടക്കമോ അതൊഴിച്ചോ മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും അറിവ് നൽകൽ. ദജ്ജാലിന്റെ കാര്യത്തിൽ പൂർണ്ണ വിവരണം. ആരോഗ്യവനായി ജീവിച്ചിരിക്കെ പാപമോചനം നൽകാമെന്ന വാഗ്ദാനം. ഭൂമിയിൽ വെച്ചു തന്നെ സമുദായത്തെ മുഴുവൻ തന്റെ മേൽ വെളിപ്പെടുത്തൽ. അന്ത്യനാൾ വരെ സമുദായത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും വെളിവാക്കി കൊടുക്കൽ. ആദം സന്തതികളുടെ മൊത്തം യജമാനൻ. സൃഷ്ടികളിൽ തന്നെ ബഹുമാന്യൻ. ജിബ്രീൽ, മീകായിൽ, അബൂബക്കർ, ഉമർ എന്നീ 4 വസീറുമാരുടെ പിൻബലം. സ്വന്തം സഹാബത്തിൽ നിന്ന് 14 നജീബുമാർ ഒന്നിച്ചു ലഭിക്കൽ. കരീനായ പിശാചിന്റെ ഇസ്ലാം. സഹധർമ്മിണിമാരെല്ലാം തനിക്കു സഹായികളും അവരും പെൺമക്കളും സ്ത്രീലോകത്ത് ഉത്കൃഷ്ടരുമാവൽ. ഭാര്യമാരുടെ ശിക്ഷയും പ്രതിഫലവും ഇരട്ടിയാക്കൽ. മക്കയൊഴിച്ച് എല്ലാ രാജ്യത്തെക്കാളും തന്റെ രാജ്യവും പള്ളികളെക്കാൾ തന്റെ പള്ളിയും ശ്രേഷ്ഠമാകൽ. ഖബറിനടുത്തു മയ്യത്തിനോട് തന്നെക്കുറിച്ചുള്ള ചോദ്യം ചെയ്യപ്പെടൽ. മലക്കുൽ മൗത്ത് അനുമതി തേടി മാത്രം പ്രവേശിക്കൽ. തന്റെ ശേഷം തന്റെ ഭാര്യമാരെ നിക്കാഹ് ചെയ്യലും വെള്ളാട്ടിയെ സംഭോഗം നടത്തലും മറ്റുള്ളവർക്ക് ഹറാമാണെന്ന് നിയമം. തന്നെ മറമാടപ്പെട്ട സ്ഥലത്തിന് കഅബയേക്കാളും അർശിനേക്കാളും സ്ഥാനം. അള്ളാഹുവിന്റെ നബിയെ കൊണ്ട് സത്യം
ചെയ്ത് ആവശ്യപ്പെടൽ അനുവദനീയമാണെന്ന നിയമം, ഒരാളും തൻ്റെ ഗുഹ്യഭാഗം കണ്ടിട്ടില്ലെന്ന പദവി, ബോധപൂർവമല്ലാതെയും പേവ് സംഭവിക്കുകയില്ല എന്ന സ്ഥാനം, ഇവയെല്ലാം നബിതങ്ങൾക്ക് മാത്രം പരിമിതമായ പ്രത്യേകതകളാണ്. ഇവയിൽ ചിലതു വിശുദ്ധ ഖുർആനിലുള്ളതാണ്. മുസ്ലിം, ബൈഹഖി എന്നിവരുടെ ഹദീസുകളിലും ഇബ്നു സബഈ, ഇബ്നു അബ്ദുസ്സലാം, ഇബ്നു അബീ ഹുറൈറ, മാവർദി, ഗസ്സാലി, ഇബ്നു നഖീബ് എന്നിവർ വ്യക്തമാക്കിയിട്ടുള്ളതും സമാഹരിച്ചുകൊണ്ടാണ് ഇമാം സുയൂത്തി ഇവ രേഖപ്പെടുത്തിയിരിക്കുന്നത് നബി വ്യക്തിയും വ്യക്തിത്വവും എന്ന പുസ്തകത്തിൽ നിന്ന്. പരലോകത്തും നേതാവ്. നബിതങ്ങളുടെ ഇഹലോകത്തെ പ്രത്യേകതകളാണ് ഇവയൊക്കെ. ഇവിടെ നായകരായതുപോലെ തന്നെ പരലോകത്തെ നേതാവും നബിതങ്ങൾ തന്നെയാണ്. പരലോകത്ത് എല്ലാ കാര്യങ്ങൾക്കും തുടക്കം കുറിക്കുന്നത് തങ്ങളാണ്. പുനർജന്മത്തിനായുള്ള ഇസ്രാഫീലിന്റെ ഊത്തിന് ശേഷം ആദ്യം ഭൂമി പിളർന്ന് പുറത്തു വരുന്നത് നബിതങ്ങളാണ്. ശേഷം തൻ്റെ സഹചാരികൾ സിദ്ദീഖുൽ അക്ബറും ഉമറുൽ ഫാറൂഖും റളിയല്ലാഹു അൻഹുമ. അതിൽ പിന്നെയാണ് ലോകത്തെ മുഴുവൻ ജനങ്ങളും ഉയർത്തെഴുന്നേറ്റ് മഹ്ശറിൽ സംഗമിക്കുന്നത്. അവിടെയാണെങ്കിലോ ദീർഘമായ കാത്തുനിൽപ്പും വിചാരണ എടുക്കാനുള്ള കാത്തുനിൽപ്പ്. ഈ കാത്തിരിപ്പിന് അവസാനം വേണം. ആളുകൾ പ്രവാചകന്മാരിലേക്ക് ചെല്ലുന്നു, അള്ളാഹുവിലേക്കുള്ള അവരുടെ ഇടയാളന്മാരിലേക്ക്. ഓരോ പ്രവാചകരും ഓരോ കാരണങ്ങൾ പറഞ്ഞ് അടുത്തയാളിലേക്ക് വിടുന്നു. അവസാനം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തെത്തുന്നു. ഈസാ നബിയാണ് അങ്ങോട്ടേക്ക് വിടുന്നത്. അവിടുന്ന് ശിപാർശ ചെയ്യുന്നു, സ്വീകരിക്കപ്പെടുന്നു. വിചാരണയില്ലാത്തവർക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അനുമതി ലഭിക്കുന്നു. നബിതങ്ങൾ തന്നെ പോയി ആദ്യം സ്വർഗ കവാടത്തിന് മുട്ടുന്നു. സ്വർഗപ്രവേശനത്തിന്റെ ഉദ്ഘാടനവും തങ്ങൾ തന്നെ നിർവഹിക്കുന്നു. ഇങ്ങനെ പരലോകത്തെ ഓരോ ഘട്ടത്തിലും നായകരായി മുന്നിൽ നിൽക്കുന്നത് നബിതങ്ങളാണ്. പരലോകത്തെ മറ്റു സവിശേഷതകൾക്ക് മൗലാനയെ വായിക്കാം. പരലോക പദവികൾ എണ്ണിത്തിട്ടപ്പെടുത്താനാവില്ല. എങ്കിലും വ്യക്തമായി സ്ഥിരപ്പെട്ട ചില സവിശേഷതകൾ വിശദീകരണമില്ലാതെ എണ്ണിപ്പറയാം. ഭൂമി പിളർന്ന് ആദ്യം പുറത്തുവരൽ, ഭീതിയിൽ നിന്ന് ഒന്നാമത് തെളിയൽ, 70,000 മലക്കുകളുടെ അകമ്പടിയോടെ മഹ്ശറിലേക്ക് ആനയിക്കപ്പെടൽ, ബുറാക്കിന്മേലായുള്ള ആഗമനം, വിചാരണയുടെ സ്ഥലത്തു പേരുകൊണ്ട് വിളിക്കപ്പെടൽ, വിചാരണയുടെ വേദിയിൽ സ്വർഗീയ സ്ഥാനവസ്ത്രങ്ങളിൽ ഏറ്റവും മഹത്തകരമായത് ധരിപ്പിക്കപ്പെടൽ, അർശിന്റെ വലതുഭാഗത്ത് നിൽക്കൽ, മഖാമും മഹ്മൂദ് എന്ന സ്ഥാനം, ലിവാ ഉൽ ഹംദ് കയ്യിലണയൽ, അന്ത്യദിനത്തിൽ നബിമാരുടെ ഇമാമും നായകനും എന്ന പദവി, സുജൂദിന് ആദ്യമായി അനുമതി ലഭിക്കൽ, അള്ളാഹുവിലേക്ക് ആദ്യം നോക്കുന്നയാൾ, ആദ്യ ശുപാർശകൻ, ആദ്യമായി ശുപാർശ സ്വീകരിക്കപ്പെടുന്നവർ, വിധിതീർപ്പിനായുള്ള ശഫാഅത്തുൽ ഉളുമ, വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ശഫാഅത്ത്, വിചാരണയിൽ നരകത്തിന് അർഹതപ്പെട്ട വിശ്വാസികളെ അതിൽ പ്രവേശിപ്പിക്കാതിരിക്കാനുള്ള ശഫാഅത്ത്, സ്വർഗീയ പദവികൾ ഉയർത്തുവാൻ വേണ്ടിയുള്ള ശഫാഅത്ത്, അവിശ്വാസികൾക്ക് ശിക്ഷ ലഘൂകരിക്കുവാനുള്ള ശഫാഅത്ത്, മുശ്രിക്കുകളുടെ കുട്ടികൾ ശിക്ഷിക്കപ്പെടാതിരിക്കാനുള്ള ശഫാഅത്ത്, ആദ്യമായി സിറാത്ത് വിട്ടു പോകുവാനും തലമുടിയിലും മുഖത്തും നിറയെ പ്രകാശം, തൻ്റെ പുത്രി സിറാത്ത് പാലം കടക്കാൻ വേണ്ടി എല്ലാവരോടും കണ്ണു താഴ്ത്താനുള്ള ആഹ്വാനമുയരൽ, സ്വർഗത്തിൻ്റെ കവാടങ്ങൾ ആദ്യമായി മുട്ടുന്നയാൾ, ആദ്യമായി സ്വർഗത്തിൽ കടക്കുന്നയാൾ, ഹൗദുൽ കൗസർ, വസീലത്ത് എന്ന ഏറ്റവും ഉന്നത സ്വർഗീയ സ്ഥാനം, തൻ്റെ മിമ്പർ സ്വർഗത്തിലെ ഒരു കുന്നിൽ പ്രദർശിപ്പിക്കൽ, തൻ്റെ കബറിൻ്റെയും മിമ്പറിൻ്റെയും ഇടക്കുള്ള സ്ഥാനം സ്വർഗത്തിലെ ഒരു ഉദ്യാനമായി കൊണ്ടുവരൽ, തൻ്റെ പ്രബോധനത്തിന് ഒരു സാക്ഷിയെയും ആവശ്യപ്പെടാതിരിക്കൽ, എല്ലാ കുടുംബ ബന്ധങ്ങളും ചേർച്ചകൾ മുറിയുമ്പോൾ തൻ്റെ ബന്ധവും ചേർച്ചയും മാത്രം മുറിയാതെ നിൽക്കൽ, ഇതെല്ലാം പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വന്തമായ സവിശേഷ സ്ഥാനങ്ങളാണ്. ഖുർആനിൽ നിന്നും പ്രസിദ്ധവും സഹിയായ ഹദീസുകളിൽ നിന്നും തെളിയുന്നവയാണ് എല്ലാം പ്രസ്തുത പുസ്തകം. മുഅ്ജിസത്തിൽ നിസ്തുലർ. എണ്ണത്തിലും വണ്ണത്തിലും മുഅ്ജിസത്തിന്റെ കാര്യത്തിൽ നബിതങ്ങൾ മറ്റുള്ളവരെക്കാൾ ഉയർന്നു നിൽക്കുന്നു. പരിമിതിയില്ലാത്ത മുഅ്ജിസത്തുകളാണ് റസൂലിന് അള്ളാഹു നൽകിയത്. പ്രപഞ്ചത്തിലെ എല്ലാതരം വസ്തുക്കളുമായി ബന്ധപ്പെട്ട മുഅ്ജിസത്തുകൾ അവർക്കുണ്ട്. തൻ്റെ പ്രബോധിതരെ അതിശയിപ്പിക്കുന്ന, അവരെ അതിജയിക്കാൻ കഴിയുന്നതാകണമല്ലോ ഓരോ നബിക്കുമുള്ള പ്രവാചകത്വ ദൃഷ്ടാന്തങ്ങൾ. നബിതങ്ങൾ അവസാന കാലം വരെയുള്ള സകല മനുഷ്യർക്കും ജിന്നുകൾക്കും റസൂലാണ്. അവരെ എല്ലാം മറികടക്കാൻ പ്രാപ്തമാകണം നബിയുടെ മുഅ്ജിസത്ത്. അതെ, അള്ളാഹു അങ്ങനെ തന്നെ നൽകിയിട്ടുണ്ട്. ഏതുതരം എതിരാളികളെയും പരാജയപ്പെടുത്താൻ ഉതകുന്ന മുഅ്ജിസത്തുകൾ അവിടത്തേക്ക് നൽകപ്പെട്ടു. അവയിൽ ബൗദ്ധികവും മഅനവിയും ഭൗതികവും ഹിസ്സിയും ഉണ്ട്. എക്കാലത്തെയും
ഏറ്റവും വലിയ അത്ഭുതവും മുഅ്ജിസത്തും ഖുർആൻ തന്നെ. മനുഷ്യ ഭൂതവർഗങ്ങളെ മൊത്തത്തിൽ വെല്ലുവിളിച്ചുകൊണ്ട് അവതരിച്ച ഖുർആൻ എല്ലാവർക്കും മുമ്പിലും റസൂലിന് സത്യസാക്ഷ്യമായി ഇന്നും നിലകൊള്ളുന്നു, എന്നും നിലകൊള്ളുകയും ചെയ്യും. മറ്റു പ്രവാചകന്മാർക്ക് നൽകപ്പെട്ട മുഅ്ജിസത്തുകളെല്ലാം അത് നേരിട്ടനുഭവിച്ച ജനങ്ങളിൽ പരിമിതമായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകപ്പെട്ട ഈ പ്രധാന മുഅ്ജിസത്ത് എല്ലാ കാലത്തും നിലനിൽക്കുന്നതായി എന്നത് അവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഖുർആൻ കേവലം ഒരു മുഅ്ജിസത്തല്ല, മുഅ്ജിസത്തുകളുടെ ഒരു കലവറയാണ്. ഏറ്റവും ചെറിയ സൂറത്തിന് സമാനമായ വാക്യങ്ങളെങ്കിലും കൊണ്ടുവരാൻ ഖുർആൻ വെല്ലുവിളിക്കുന്നുണ്ട്. 3 ആയത്തുകളാണല്ലോ ഏറ്റവും ചെറിയ സൂറത്തിലുള്ളത്. അപ്പോൾ ഓരോ 3 ആയത്തുകൾ കൊണ്ടും വെല്ലുവിളിയുണ്ട്. ഓരോ 3 ആയത്തുകളും ഒരു മുഅ്ജിസത്താണെന്നർത്ഥം. 6000-ലേറെ ആയത്തുകൾ ഉള്ള ഖുർആൻ കുറഞ്ഞത് 2000 മുഅ്ജിസത്തുകളാണ്. എണ്ണത്തിൽ റസൂലിന്റെ മുഅ്ജിസത്തുകളാണ് ഏറ്റവും കൂടുതലെന്നതിന് ഇതുതന്നെ ധാരാളം തെളിവായി മതി. നബി തങ്ങളുടെ ജീവിതവും അവിടുത്തെ സ്വഭാവവും തന്നെ ഒരു മുഅ്ജിസത്താണ്. നബി മറ്റു മനുഷ്യർക്ക് അസാധ്യമായ ജീവിതവും പെരുമാറ്റവുമായിരുന്നു തങ്ങളുടേത്. പഞ്ചേന്ദ്രിയങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന ഭൗതിക മുഅ്ജിസത്തുകളാകട്ടെ റസൂലിന് എണ്ണമില്ലാത്തത് ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഉമ്മത്തിലുള്ളവർക്കുണ്ടാകുന്ന കറാമത്തുകളെല്ലാം നബിതങ്ങളുടെ മുഅ്ജിസത്തിന്റെ ഭാഗമാണല്ലോ. ഉപരിലോകവുമായും ഭൂലോകവുമായും ബന്ധപ്പെട്ടതുണ്ടവയിൽ. ചന്ദ്രനെ പിളർത്തിയതും മഴ വർഷിപ്പിച്ചതും ചുറ്റുഭാഗത്തേക്ക് മഴ മാറ്റി വർഷിപ്പിച്ചതും മേഘം തണലായതുമെല്ലാം ഉപരിലോകവുമായി ബന്ധപ്പെട്ട മുഅ്ജിസത്തുകളാണ്. എല്ലാ പരിധികളും മറികടന്നും ആകാശവും അതിനപ്പുറവും കീഴടക്കിയ മിഅ്റാജ് ഉപരിലോകവുമായി ബന്ധപ്പെട്ട മുഅ്ജിസത്ത് തന്നെ. ഭൂലോകത്തെ എല്ലാതരം വസ്തുക്കളുമായും ബന്ധപ്പെട്ട് മുഅ്ജിസത്തുകൾ നബിക്ക് സംഭവിച്ചിട്ടുണ്ട്. മൃഗങ്ങൾ, പക്ഷികൾ, കല്ല്, മരം, ജലം, തീ തുടങ്ങിയവയുമെല്ലാം ബന്ധപ്പെട്ട് അനുഭവ റിപ്പോർട്ടുകൾ അനവധിയുണ്ട്. മറ്റു പ്രവാചകന്മാർക്ക് ഏതൊക്കെ മുഅ്ജിസത്തുകൾ നൽകപ്പെട്ടോ ആ ഇനത്തിൽ അതിന് സമാനമോ അതിനേക്കാൾ മുന്തിയതോ ആയ മുഅ്ജിസത്ത് നബി തങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. നബിയുടെ അനുയായികളിൽ നിന്നും ഇതുണ്ടായിട്ടുണ്ട്. ചില ഉദാഹരണങ്ങൾ നോക്കാം. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പ്രധാന മുഅ്ജിസത്ത് കപ്പൽ ചരിത്രത്തിലെ വലിയ സംഭവങ്ങളിൽ ഒന്നാണ്. തന്റെ പ്രബോധനത്തോട് പുറംതിരിഞ്ഞു നിന്ന അവിശ്വാസികളെ അള്ളാഹു മഹാപ്രളയത്തിൽ മുക്കിക്കൊന്നപ്പോൾ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേകം സജ്ജമാക്കിയ കപ്പലിൽ നൂഹ് നബിയെയും അനുയായികളെയും രക്ഷപ്പെടുത്തുകയായിരുന്നു. എന്നാൽ ഇതിനേക്കാൾ അസാധാരണത്വമുള്ള സംഭവങ്ങൾ പലതും നബിയുടെ ഉമ്മത്തിൽ സംഭവിച്ചതായി കാണാം. ഇമാം ബൈഹഖി തന്റെ ദലായിലുൻ നുബുവയിൽ, ഇമാം ബുഖാരി താരീഖുൽ കബീറിലും ഉദ്ധരിച്ച ഒരു സംഭവം കാണാം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്താണ് സംഭവം. സഹാബി വര്യരായ അലാ ഇബ്നു ഹദ്റമിയും സേനയും ദാറൈൻ എന്ന ദേശത്തേക്ക് യുദ്ധത്തിനായി പോവുകയാണ്. കടൽ കടന്നു പോകേണ്ടതുണ്ട്. കടലിനടുത്തെത്തിയപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചു, ഞങ്ങൾ നിന്റെ ശത്രുക്കളോട് യുദ്ധത്തിന് പോകുന്ന നിന്റെ അടിയാറുകളാണ്. അള്ളാഹുവേ, അതുകൊണ്ട് അവരിലേക്ക് എത്താൻ ഞങ്ങൾക്ക് ഒരു വഴിയുണ്ടാക്കി തരണേ. ശേഷം ആ സംഘം ജലത്തിനു മുകളിലൂടെ നടന്നുപോയി. അല്പം പോലും നനയാതെ മറുകരയെത്തുകയും ചെയ്തു. സമുദായത്തിലെ ഔലിയാക്കളിൽ പലരും വെള്ളത്തിനു മുകളിലൂടെ നടന്ന സംഭവങ്ങൾ ഉണ്ട്. ജലത്തിനു മുകളിലൂടെ നടന്നു പോകുന്നത് കപ്പലിൽ കയറി പോകുന്നതിനേക്കാൾ വലിയ അത്ഭുതമാണല്ലോ. സ്വാലിഹ് നബി അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയ പ്രധാന സംഭവമാണ് പാറയിൽ നിന്ന് പുറത്തു വന്ന ഒട്ടകം. മിണ്ടാപ്രാണികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്തിന് തെളിവായത് കേവലം സാന്ദർഭിക സാക്ഷ്യം കൊണ്ടായിരുന്നില്ല, അവിടുത്തെ റിസാലത്ത് പ്രഖ്യാപിച്ചു സംസാരിച്ചു കൊണ്ടാണ്. അനവധി സംഭവങ്ങളിൽ നിന്നും ഒന്ന് ഉദ്ധരിക്കട്ടെ. ഒരു ഗ്രാമീണ അറബി ഉടുമ്പിനെയും പിടിച്ച് എത്തിപ്പെട്ടത് നബിതങ്ങളുടെയും സഹാബത്തിന്റെയും സംഗമത്തിലേക്കാണ്. ഇതാരാണെന്ന് ചോദിച്ച അദ്ദേഹത്തോട് അവർ അള്ളാഹുവിന്റെ റസൂലിനെ പരിചയപ്പെടുത്തുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പ്രഖ്യാപിച്ചു, ലാത്തയും ഉസ്സയുമാണ് സത്യം. ഈ ഉടുമ്പ് വിശ്വസിക്കുന്നത് വരെ ഞാൻ അങ്ങയിൽ വിശ്വസിക്കുകയില്ല. റസൂല് ഉടുമ്പിനെ വിളിക്കുന്നു. ഉടുമ്പ് വിളിക്കുത്തരം ചെയ്തുകൊണ്ട് ലബ്ബൈക്ക് പറയുന്നു. ഞാൻ ആരാണെന്ന റസൂലിന്റെ ചോദ്യത്തോട് അതിന്റെ പ്രതികരണം കൃത്യമായിരുന്നു. തങ്ങൾ ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ റസൂലും അവസാന പ്രവാചകരുമാണ്. തങ്ങളെ അംഗീകരിച്ചവർ വിജയിക്കുകയും കളവാക്കിയവർ പരാജയപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇത് കേട്ട ഗ്രാമീണൻ തത്സമയം തന്നെ ഇസ്ലാം സ്വീകരിച്ചു. ബൈഹഖി.
ചെന്നായ, ഒട്ടകം, കുതിര, മാൻ, സിംഹം തുടങ്ങിയ ജീവികളുമായി ബന്ധപ്പെട്ടെല്ലാം റസൂലിന് മുഅ്ജിസത്ത് സംഭവിച്ചിട്ടുണ്ട്. ഹൂദ് നബി അലൈഹിസ്സലാമിനെ അള്ളാഹു സഹായിച്ചത് വരണ്ട കാറ്റിനെ അയച്ചു തന്നെ അംഗീകരിക്കാത്ത ആദ് വംശത്തെ നശിപ്പിച്ചുകൊണ്ടാണ്. എന്നാൽ അസ്ഹാബ് യുദ്ധനാളിൽ റസൂലുള്ളാഹി ശത്രുക്കൾക്കെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കേക്കം കാറ്റുകൊണ്ട് അള്ളാഹു സഹായിച്ചിട്ടുണ്ട്. മൂസാ നബിക്ക് നൽകപ്പെട്ട 9 പ്രധാനപ്പെട്ട മുഅ്ജിസത്തുകൾക്കെല്ലാം സമാനമായത് നമ്മുടെ നബിക്കും നൽകപ്പെട്ടിട്ടുണ്ട്. വടി പാമ്പായി മാറിയതാണല്ലോ അതിലൊന്ന്. നബിതങ്ങളുടെയും ഉത്തമ അനുചരരായ അബൂബക്കർ, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു അൻഹും എന്നിവരുടെയും കൈകളിൽ നിന്ന് ചരൽക്കല്ലുകൾ തസ്ബീഹ് ചൊല്ലിയത് ബൈഹഖി, ഇബ്നു അസാക്കിർ, അബൂ നുഐം എന്നിവർ ഉദ്ധരിച്ച പ്രസിദ്ധ സംഭവമാണ്. ഭക്ഷിക്കപ്പെടുന്ന അവസരത്തിൽ ഭക്ഷണം തസ്ബീഹ് ചൊല്ലുന്നത് ഞങ്ങൾ കേൾക്കാറുണ്ട് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കല്ല്, മരം, കട്ട തുടങ്ങിയ അചേതന വസ്തുക്കൾ റസൂലിനോട് സലാം പറയാറുണ്ട്. എന്നെ പ്രവാചകനായി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് എനിക്ക് സലാം പറയാറുണ്ടായിരുന്ന കല്ലിനെ എനിക്കറിയാം, ഇപ്പോഴും ആ കല്ലിനെ ഞാൻ തിരിച്ചറിയുമെന്ന നബിവചനം ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ്. ഈത്തപ്പനയെ റസൂൽ അടുത്തേക്ക് വിളിച്ചപ്പോൾ വന്നതും മടങ്ങാൻ പറഞ്ഞപ്പോൾ മടങ്ങിയതും ഇമാം അഹ്മദ്, തുർമുദി, ബൈഹഖി, ബുഖാരി തൻ്റെ താരീഖിൽ എന്നിവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുതുബ നിർവഹിച്ചിരുന്ന ഈത്തപ്പനത്തടി ഏങ്ങിക്കരഞ്ഞ സംഭവം സഹാബത്തിനെ തൊട്ട് മുതവാത്തിറായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമിന് അള്ളാഹുവിൻ്റെ കലാം നേരിട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ നബിതങ്ങൾ മിഅ്റാജ് രാവിൽ സംസാരം കേട്ടു എന്ന് മാത്രമല്ല ദർശനം നൽകുക കൂടി ചെയ്തിട്ടുണ്ട്. പ്രകാശിക്കുന്ന കൈയാണ് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ വലിയൊരു ദൃഷ്ടാന്തം. നബിതങ്ങൾ തൻ്റെ കൈകൊണ്ട് ആംഗ്യം കാണിച്ചപ്പോൾ ചന്ദ്രൻ 2 പിളർപ്പായി മാറിയത് ഇതിലേറെ എത്രയോ വലിയ അത്ഭുതം തന്നെ. തുഫൈൽ ബിൻ അംർ തൗസി റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ പ്രവേശിച്ച സന്ദർഭം തൻ്റെ ജനതയെയും കൂടി സത്യമാർഗത്തിൽ കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു അടയാളം നൽകാൻ നബിയോട് അഭ്യർത്ഥിച്ചു. റസൂൽ പ്രാർത്ഥിച്ചു. നാട്ടിലെത്തിയപ്പോൾ തൻ്റെ കണ്ണുകൾക്കിടയിലുള്ള സ്ഥലം പ്രകാശിക്കുന്നു. അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു: അല്ലാഹുവേ, ജനങ്ങൾ ഇത് ഒരു വൈകല്യമായി മനസ്സിലാക്കാൻ ഇടയുള്ളതിനാൽ ഈ പ്രകാശം മറ്റൊരിടത്ത് നൽകണമേ. അങ്ങനെ ആ പ്രകാശം തൻ്റെ ചാട്ടവാറിൻ്റെ തലക്കലേക്ക് മാറുകയും വിളക്കുപോലെ പ്രകാശിക്കുന്ന ഈ അടയാളം കണ്ട് അവർ ഇസ്ലാം ആശ്ലേഷിക്കുകയും ചെയ്തു. അബ്ബാദ് ബിൻ ബിശ്ർ, ഉസൈദ് ബിൻ ഹുലൈർ റളിയല്ലാഹു അൻഹുമ എന്നിവർ ഇരുൾമൂടിയ രാത്രിയിൽ നബിതങ്ങളുടെ അടുത്തു നിന്ന് തിരിച്ചു പോകുമ്പോൾ വെളിച്ചത്തിനായി അവരിൽ ഒരാളുടെ വടി പ്രകാശിക്കുകയും 2 പേരും വേർപിരിഞ്ഞപ്പോൾ ഇരുവരുടെയും വടികൾ പ്രകാശിക്കുകയും ചെയ്ത സംഭവം ഇമാം ബുഖാരിയുടെ സഹീഹിൽ അടക്കം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മൂസാ നബിയുടെ മറ്റൊരു പ്രധാന മുഅ്ജിസത്താണ് അനുസരണക്കേട് കാട്ടിയ തൻ്റെ ജനതക്കെതിരെ അവരുടെ പ്രാർത്ഥനയും തുടർന്നിറങ്ങിയ ശിക്ഷകളും. തന്നെ അള്ളാഹുവിലേക്ക് മധ്യസ്ഥരാക്കിയതിനെ തുടർന്ന് അവകളിൽ നിന്ന് അവർ മോചിതരാകുകയും ചെയ്ത സംഭവം. നബിതങ്ങൾ ഖുറൈശികളുടെ എതിർപ്പ് പരിധി വിട്ടപ്പോൾ അവർക്കെതിരെ വരൾച്ച കൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അവർ കടുത്ത വരൾച്ചയിൽ അകപ്പെട്ടിട്ടുണ്ട്. കിട്ടുന്നതെല്ലാം ഭക്ഷിക്കുന്ന ദുരവസ്ഥയിൽ അവർ അകപ്പെടുകയും വിശപ്പ് കാരണം കണ്ണുകൾ മൂടി ആകാശഭൂമികൾക്കിടയിൽ പുക പോലെ ഇരുട്ട് കാണുന്ന അവസ്ഥ വരെ എത്തുകയും ചെയ്തിട്ടുണ്ട്. തങ്ങളുടെ ബന്ധുത്വവും റസൂലിന്റെ അലിവും കാരുണ്യവും ഓർമ്മിപ്പിച്ചുകൊണ്ട് അവിടത്തോട് പ്രയാസത്തിൽ നിന്ന് മുക്തി നേടിക്കൊടുക്കുവാൻ അഭ്യർത്ഥിക്കുകയും റസൂൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോഴാണ് അവർ ഈ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. മൂസാ നബിയുടെ തെളിവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ശത്രുക്കളെ എല്ലാ നിലക്കും പരാജയപ്പെടുത്തുന്ന ഖണ്ഡിതവുമായ തെളിവായിരുന്നു തൻ്റെ വടികൊണ്ട് അടിച്ചപ്പോൾ സമുദ്രം 2 പിളർപ്പാതിയതും താനും അനുയായികളും അതിലൂടെ മറുകര പറ്റിയപ്പോൾ പിന്നാലെ വന്ന ഫറോവയും സേനയും സമുദ്രത്തിൽ മുങ്ങി ഒടുങ്ങിയതും. ഇവിടെ അവിടുത്തെ വടികൊണ്ട് അടിച്ചപ്പോൾ സമുദ്രം പിളർന്നതാണ് അത്ഭുതമെങ്കിൽ റസൂൽ തങ്ങൾ അവിടുത്തെ കൈകൊണ്ട് ആംഗ്യം കാണിച്ചപ്പോൾ ചന്ദ്രൻ 2 പിളർപ്പായത് അതിലേറെ അതിശയകരമാണല്ലോ. എന്ന് മാത്രമല്ല, എല്ലാ പ്രവാചകന്മാർക്കും നൽകപ്പെട്ട ഭൗതിക മുഅ്ജിസത്തുകൾ പരിശോധിച്ചാൽ അതിൽ ഏറ്റവും വലുതും എല്ലാവർക്കും അനുഭവഭേദ്യമായതും ഏറ്റവും കൃത്യമായ തെളിവുമായ ഇതുപോലൊരു അത്ഭുതം കാണാൻ കഴിയില്ല. ഇനി വെള്ളം പിളർത്തി അക്കരെ പറ്റി എന്നതാണ് അത്ഭുതമെങ്കിൽ വെള്ളത്തിനു മുകളിലൂടെ നടന്ന സംഭവങ്ങൾ നാം നേരത്തെ ഉദ്ധരിച്ചിട്ടുണ്ട്.
വെള്ളം നീങ്ങി നിലത്തുകൂടി നടന്നു പോകുന്നതിലും വലുതാണല്ലോ വെള്ളത്തിന് മുകളിലൂടെ കടന്നു പോകുന്നത്. 40 വർഷക്കാലം തീഹുഭൂമിയിൽ നട്ടം തിരിഞ്ഞ ബനൂ ഇസ്രായേലിന് കടുത്ത വെയിലിൽ നിന്ന് സംരക്ഷണം ലഭിക്കാൻ മൂസാ നബിയുടെ പ്രാർത്ഥന പ്രകാരം മേഘം തണലിട്ട് കൊടുത്തതാണ് മറ്റൊരു സംഭവം. നബിതങ്ങൾക്ക് തന്റെ 12-ാം വയസ്സിൽ ഷാമിലേക്കുള്ള യാത്രയിൽ തന്നെ മേഘത്തിന്റെ തണൽ ലഭിച്ചിട്ടുണ്ട്. അബൂ താലിബിനോടൊപ്പം കച്ചവട സംഘത്തിൽ ഷാമിലേക്ക് പോയപ്പോൾ നബിതങ്ങൾക്ക് മാത്രമായി മേഘം തണലിട്ട് കൊടുക്കുകയും ഇതറിഞ്ഞ ബഹീറ എന്ന വേദപണ്ഡിതൻ ആ സംഘത്തെ പ്രത്യേകം സൽക്കരിക്കുകയും ചെയ്തു. നബിയെ പ്രത്യേകം നിരീക്ഷിക്കുകയും സംഘത്തിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തപ്പോൾ പ്രവാചകത്വത്തിന്റെ അടയാളങ്ങൾ എല്ലാം ഈ നബിയിൽ ഒത്തുചേർന്നതായി കണ്ടു. ഈ കുട്ടിയുമായി നിങ്ങൾ വേഗം നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് അബൂ താലിബിനോട് അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തു. അവർക്ക് ഭക്ഷണം കഴിക്കാൻ മന്നും സൽവായും ഇറക്കി കൊടുത്തതാണ് മറ്റൊരു അത്ഭുതമെങ്കിൽ റസൂലിന്റെ ബറക്കത്ത് കൊണ്ട് ഭക്ഷണവും പാനീയവും വർദ്ധിച്ച സംഭവങ്ങൾ അനവധിയുണ്ടല്ലോ. അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം മൂസാ നബി തന്റെ വടി കൊണ്ട് പാറയിൽ അടിച്ചപ്പോൾ 12 ഉറവുകൾ അതിൽ നിന്ന് ഉത്ഭവിച്ചത് അവരുടെ മറ്റൊരു മഹാമോചിതത്താണ്. സാധാരണ വെള്ളം ഉറവയെടുക്കാറുള്ള പാറയിൽ നിന്നാണ് ഇവിടെ ജലം പുറപ്പെട്ടത്. മനുഷ്യ ശരീരത്തിന്റെ ഭാഗമായ തന്റെ വിരലുകൾക്കിടയിൽ നിന്നു അരുവി സമാനം ജലം ഒഴുകിയ അത്ഭുതം നബിയിൽ നിന്നുണ്ടായിട്ടുണ്ട്. കുറഞ്ഞ വെള്ളം ധാരാളമായി മാറിയതും ആ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടായി. മദീനയിൽ ജലക്ഷാമം ഉണ്ടായപ്പോൾ ജനങ്ങൾ നബിയോട് ആവലാതിപ്പെടുകയും നബിയുടെ പ്രാർത്ഥന കൊണ്ട് തത്സമയം തന്നെ മഴ വർഷിച്ചതും പ്രസിദ്ധമാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനുണ്ടായ വലിയ സംഭവമായിരുന്നു തന്നെ തീയിലെറിയപ്പെട്ട സമയത്ത് ഒരു പോറലുമേൽക്കാതെ രക്ഷപ്പെട്ടത്. തീയുമായി ബന്ധപ്പെട്ട് നബിക്കുണ്ടായ മോചിതത്ത് അതിലേറെ അതിശയകരം. 1000 വർഷമായി കെടാതെ കത്തുന്ന പേർഷ്യയിലെ തീ നബിയുടെ ജന്മത്തോടെ അണഞ്ഞുപോയതാണത്. ഹാഫിദ് ഇബ്നു അസാക്കിർ ഉദ്ധരിക്കുന്നു, യമനിൽ അസ്വദുൽ അൻസിക്ക് ആധിപത്യമുള്ള സമയം അബൂ മുസ്ലിം ഖൗലാനി എന്നവരെ അവർ വിളിച്ചു വരുത്തി ചോദിച്ചു, നീ മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാണെന്ന് അംഗീകരിക്കുന്നുവോ? അതെ, അവർ മറുപടി പറഞ്ഞു. ഞാൻ അള്ളാഹുവിന്റെ റസൂലാണെന്ന് നീ അംഗീകരിക്കുന്നുവോ? ഞാൻ കേൾക്കുന്നില്ല, അബൂ മുസ്ലിം മറുപടി പറഞ്ഞു. ചോദ്യം ആവർത്തിച്ചു. ഞാൻ കേൾക്കുന്നില്ല എന്ന് തന്നെയായിരുന്നു മറുപടി. അങ്ങനെ വലിയൊരു തീ കൂട്ടിക്കൊണ്ട് അദ്ദേഹത്തെ അബൂ മുസ്ലിം മൗലാനിയെ അതിൽ ഇട്ടു, ആ തീക്കുണ്ടാരത്തിൽ ഇട്ടു. അത്ഭുതം, അദ്ദേഹത്തിന് ഒന്നും സംഭവിച്ചില്ല. അവസാനം രക്ഷയില്ലാതെ അബൂ മുസ്ലിമിനോട് നാട് വിട്ടുപോകാൻ അദ്ദേഹം അസ്വദുൽ അൻസി നിർദ്ദേശിച്ചു. അദ്ദേഹം മദീനത്ത് വന്നു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലമാണ്. പള്ളിയിൽ നിന്ന് നിസ്കരിക്കുന്ന അബൂ മുസ്ലിമിനെ ഉമർ റളിയല്ലാഹു അൻഹു കണ്ടു. താങ്കൾ എവിടെ നിന്ന് വരുന്നു? യമനിൽ നിന്ന്. തീയിലിടപെട്ട് ഒന്നും പറ്റാതിരുന്ന നമ്മുടെ സുഹൃത്തിനെ അള്ളാഹു എന്തു ചെയ്തു? അത് അബ്ദുല്ലാഹിബ്നു അയ്യൂബ് ആണ്. ഉമർ റളിയല്ലാഹുവിനെ വിട്ടില്ല. അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു, താങ്കൾ അല്ലേ അത്? അതെ, അവർ സമ്മതിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു അവരുടെ കണ്ണുകൾക്കിടയിൽ ചുംബനം നൽകിയിട്ട് തന്റെയും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെയും ഇടയിൽ ഇരുത്തുകയും ഇങ്ങനെ പറയുകയും ചെയ്തു, അള്ളാഹുവിന്റെ ഖലീൽ ഇബ്രാഹിം നബിയെ കൊണ്ട് ചെയ്യപ്പെട്ട കാര്യം മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽ കാണിക്കുന്നത് വരെ എന്നെ മരിപ്പിക്കാതിരുന്ന അള്ളാഹുവിന് സ്തുതി. ഒട്ടേറെ മുഅ്ജിസത്തുകൾ പ്രകടമായിട്ടുള്ള പ്രവാചക ശ്രേഷ്ഠരാണ് ഈസാ നബി അലൈഹിസ്സലാം. തന്റെ അസാധാരണ ജന്മമടക്കം ചൂണ്ടിക്കാണിച്ച് അനുയായികളെന്ന് അവകാശപ്പെടുന്നവരാൽ ദൈവമെന്നും ദൈവപുത്രനെന്നുമെല്ലാം വാഴ്ത്തപ്പെട്ടിട്ടുള്ളവർ. സ്ത്രീ പുരുഷ ബീജ സങ്കലനത്തിലൂടെ പിറക്കുകയെന്ന സാധാരണ രീതി വിട്ട് അള്ളാഹുവിന്റെ ശ്രേഷ്ഠ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ തന്റെ മാതാവായ കന്യാമറിയത്തിലേക്ക് ആവാഹിക്കപ്പെട്ട ആത്മാവിൽ നിന്നാണ് അവർ ജന്മം കൊള്ളുന്നത്. ഇതിനേക്കാൾ അത്ഭുതകരമായി മാതാവും പിതാവുമില്ലാതെ പടക്കപ്പെട്ട ആദം നബിയെ ആരും ദൈവമാക്കുന്നില്ലെന്നത് വൈരുദ്ധ്യം തന്നെ. അള്ളാഹുവിന്റെ ആകാശലോകത്ത് മലക്കുകൾക്കൊപ്പം വസിക്കാൻ പാകത്തിൽ തന്റെ പ്രകൃതം രൂപപ്പെടുത്താനായിരുന്നു ഈസാ നബിയെ അള്ളാഹു ഈ അസാധാരണ രീതിയിൽ ജനിപ്പിച്ചത്. നബിതങ്ങളെ സാധാരണ രീതിയിൽ ജനിപ്പിച്ചത് മാനുഷികതയുടെ സമ്പൂർണത നൽകുകയാണ് അള്ളാഹു ചെയ്തിട്ടുള്ളത്. സമ്പൂർണ്ണ ശരീഅത്തിന്റെ സമ്പൂർണ്ണ പ്രയോക്താവായി ജനങ്ങൾക്കിടയിൽ ജീവിക്കേണ്ട നബിതങ്ങളെ അസാധാരണ രീതിയിൽ ജനിപ്പിച്ചാൽ ജനനത്തിലെ ആ അസാധാരണത്വമാണ് നബിക്ക് അങ്ങനെയൊരു ജീവിതം സാധ്യമാക്കിയതെന്ന് ആരോപിക്കാൻ അവസരം സൃഷ്ടിക്കപ്പെടും. സാധാരണ ജന്മം വരിച്ചവർക്ക് ഈ ശരീഅത്ത് പൂർണ്ണമായി പ്രയോഗവൽക്കരിക്കാൻ സാധ്യമല്ലെന്ന് വാദിക്കാൻ അത് ഇടം നൽകുകയും ചെയ്യും. അതൊന്നുമില്ലാത്ത വിധം മാനുഷികതയുടെ പൂർണ്ണതയോടെ പടക്കപ്പെട്ട്
ഏറ്റവും ഉയർന്ന സൃഷ്ടിയായി ജീവിച്ച നബിതങ്ങളുടെ മഹത്വം ഉയർന്നു തന്നെ നിൽക്കുന്നു. സാധാരണ ജന്മമായിട്ടും ആകാശവും അതിനപ്പുറത്തെ ലോകവുമെല്ലാം പോയി വരാൻ കഴിയുമെന്ന മഹത്വവും ഇതിലൂടെ നബിതങ്ങൾക്ക് കൈവന്നിട്ടുണ്ട്. ഈസാ നബിയുടെ ഒരു പ്രധാന മുഅ്ജിസത്താണ് മരണപ്പെട്ടവരെ ജീവിപ്പിക്കൽ. ജീവൻ ലഭിച്ചു നഷ്ടപ്പെട്ടതിനെ ജീവിപ്പിക്കുന്നതിനേക്കാൾ അത്ഭുതകരമാണ് തീരെ ജീവൻ ലഭിച്ചിട്ടേ ഇല്ലാത്ത, ജീവികളുടെ വർഗത്തിൽ പെട്ടിട്ടില്ലാത്ത വസ്തുക്കൾക്ക് ജീവൻ ലഭിക്കൽ. റസൂലിനോട് സംസാരിച്ച കല്ലുകളും മരങ്ങളുമെല്ലാം പ്രസിദ്ധമാണ്. വിഷം കലർത്തിയ ആടിന്റെ ഉറക് റസൂലിനോട് സംസാരിച്ചിട്ടുണ്ട്. മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നതിനേക്കാൾ പല നിലക്കും കടുപ്പമേറിയ കാര്യമാണിത്. ജീവിയുടെ മറ്റു ഭാഗങ്ങൾക്ക് ജീവൻ നൽകാതെ ഒരു ഭാഗത്തിനു മാത്രം ജീവൻ നൽകൽ ശരീരത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ പോലും അമാനുഷിക കാര്യമാണ്. ഇവിടെ ബാക്കി ഭാഗങ്ങൾ ജീവനറ്റ് കിടക്കുമ്പോൾ ഒരു ഭാഗം മാത്രം ജീവൻ വെക്കുകയാണ്. കൂടാതെ ജീവൻ തിരിച്ചു കിട്ടിയതോടൊപ്പം അറിയാനുള്ള കഴിവും ബുദ്ധിയും സംസാരശേഷിയും ലഭിക്കുന്നു. ആടിന് ജീവിതകാലത്ത് ഇല്ലാത്ത കാര്യങ്ങളാണിവ. മരിച്ച മനുഷ്യൻ ജീവിച്ച സംഭവങ്ങളും ഈ സമുദായത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു സംഭവം കാണുക. ചെറുപ്പക്കാരനായ ഒരു സ്വഹാബി മരിച്ചു. അവരുടെ മാതാവ് അദ്ദേഹത്തെയും കൂട്ടി ഇസ്ലാം സ്വീകരിച്ചതായിരുന്നു. മരണവിവരം അറിഞ്ഞ മാതാവ് പ്രയാസപ്പെട്ടു. അള്ളാഹുവോട് പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, നിനക്ക് അറിയാമല്ലോ, എളുപ്പത്തിലും പ്രയാസത്തിലുമെല്ലാം നീ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ മുസ്ലിമായതും റസൂലിലേക്ക് ഇറങ്ങിത്തിരിച്ചതും. അതിനാൽ ഈ അത്യാഹിതം എനിക്ക് ഏൽപ്പിക്കല്ലേ. ആ മയ്യത്തിന് ജീവൻ തിരിച്ചു ലഭിച്ചു. വീണ്ടും കുറെ കാലം ജീവിച്ചു. റസൂലും ആ മാതാവ് മരണപ്പെട്ട ശേഷമാണ് അദ്ദേഹം രണ്ടാമത് മരിച്ചതെന്നും റിപ്പോർട്ടുണ്ട്. ഈ സംഭവം ഇമാം ബൈഹഖി, ഇബ്നു അബി ദുഞ്ഞ എന്നിവർ പല വഴിയിലൂടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്വഹാബത്തിലും ശേഷവും മരണശേഷം ജീവിച്ച സംഭവങ്ങൾ പലതും നടന്നിട്ടുണ്ട്. മരണശേഷം ജീവിച്ചവരെ വിവരിക്കാൻ മാത്രം ഇബ്നു അബി ദുഞ്ഞ ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. ഖന്തഖ് യുദ്ധനാളിൽ റസൂലിനെയും സഹാബത്തിനെയും ഭക്ഷിപ്പിക്കാൻ ജാബിർ റളിയല്ലാഹു അൻഹു ആട്ടിൻകുട്ടിയെ അറുത്തുവല്ലോ. അന്ന് കുറച്ച് ആളുകൾക്ക് മാത്രം തികയുന്ന ഭക്ഷണം സഹാബത്ത് മുഴുവൻ കഴിച്ചു കഴിഞ്ഞ ശേഷം ആ ആട്ടിൻകുട്ടിയുടെ എല്ലുകളെല്ലാം റസൂൽ ഒരുമിച്ച് കൂട്ടുകയും ശേഷം പ്രാർത്ഥിക്കുകയും ചെയ്തു. ആ ആട്ടിൻകുട്ടി മുൻപുണ്ടായിരുന്ന അതേ അവസ്ഥയിൽ പുനർജനിക്കുകയും അതിന്റെ സ്ഥലത്തേക്ക് വിടുകയും ചെയ്തത് ഹാഫിദ് മുഹമ്മദ് ബിൻ മുൻകദിർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അന്ധതയും വെള്ളപ്പാണ്ടും സുഖപ്പെടുത്തുന്ന തന്റെ സിദ്ധിയാണ് ഈസാ നബിക്കുള്ള മറ്റൊരു മുഅ്ജിസത്ത്. ഉഹദ് യുദ്ധനാളിൽ ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് അക്രമമേറ്റ് പുറത്തു ചാടി കവിളിൽ തൂങ്ങി. നബിതങ്ങൾ അത് തന്റെ കയ്യിലെടുത്ത് തൽസ്ഥാനത്ത് വെച്ചതേയുള്ളൂ. കണ്ണ് പൂർവസ്ഥിതി പ്രാപിച്ചു എന്ന് മാത്രമല്ല, അപകടം പറ്റാത്ത മറുകണ്ണിനേക്കാൾ സുന്ദരവും കാഴ്ച ശക്തിയുള്ളതുമായി അത് മാറുകയും ചെയ്തു. ഒരു അന്ധൻ റസൂലുള്ളാഹിയുടെ അടുക്കൽ വന്ന് കാഴ്ച ലഭിക്കാൻ പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചു. റസൂൽ പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ പ്രാർത്ഥന ഞാൻ മാറ്റിവെക്കാം, അതാണ് പരലോകത്ത് നിങ്ങൾക്ക് നല്ലത്. അതല്ല, പ്രാർത്ഥിക്കണമെന്നാണ് താങ്കളുടെ ഉദ്ദേശമെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കണമെന്നായി അദ്ദേഹം വുളു എടുത്ത് 2 റക്അത്ത് നിസ്കരിച്ച് ഒരു പ്രത്യേക പ്രാർത്ഥന ഉരുവിടുവാൻ റസൂൽ നിർദ്ദേശിച്ചു. അതുപോലെ ചെയ്ത് അദ്ദേഹത്തിന് കാഴ്ച ലഭിച്ചു. അഹ്മദ്, തുർമുദി, ബൈഹഖി. ഈ വിഷയം ഓരോ നബിമാരുടെയും മുഅ്ജിസത്തുകൾ എടുത്തുകൊണ്ട് ചരിത്ര ഗ്രന്ഥങ്ങളിൽ വിശദമായി ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഏതാനും ഉദാഹരണങ്ങൾ ഇവിടെ പകർത്തിയെന്ന് മാത്രം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹക്ക് ജാഹ് ബറക്കത്തുകൊണ്ട് ഇരുലോകത്തും അല്ലാഹു നമ്മെ വിജയിപ്പിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.